हरि ओम। नमस्ते. നമ്മുടെ ഹൈന്ദവ സംസ്കൃതിയിൽ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഷയം കഴിയുമ്പോൾ മറ്റൊന്ന്. അത് നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ ആചാരവിശ്വാസങ്ങളോട് ബന്ധമുള്ളവരും ബന്ധമില്ലാത്തവരുമെല്ലാം മാറി മാറി വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമല മണ്ഡലകാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ശബരിമല ആലയത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചുമാണ് വിവാദപരമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുക. ഗുരുവായൂർ ഏകാദശി വന്നു കഴിഞ്ഞാൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട, ഗണേശോത്സവം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട, തൈപ്പൂയം വന്ന അതാണ്, ഭരണി വന്നു കഴിഞ്ഞാൽ അതാണ് പിന്നീട്. അപ്പൊ നിരന്തരം ഈ ഒരു സംസ്കൃതിയെ ഇങ്ങനെ ആക്ഷേപിച്ച് വിവാദമുണ്ടാക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊക്കെ വലിയ വിഷമമുണ്ട്. ഇപ്പോ നാരായണ ഗുരുവിൻ്റെ ആശ്രമത്തിൽ ശിവഗിരി മഠത്തിൽ അവിടുത്തെ സർവമത സമ്മേളനം അല്ലെങ്കിൽ അവിടുത്തെ അവിടെ തീർത്ഥയാത്ര അതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സദസ്സിൽ വെച്ചിട്ട് ശിവഗിരി മഠത്തിലെ ഇപ്പോഴത്തെ മഠാധിപതി സംപൂജ്യ സച്ചിദാനന്ദ സ്വാമികൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട്
അത് കേരളത്തിൻ്റെ ബഹുമാന്യ മുഖ്യമന്ത്രിയും അതുകൊണ്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സച്ചിദാനന്ദ സ്വാമികൾ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ടിടാതെ ആരാധന നടത്തുന്നത് വേണ്ട, ഷർട്ടിടാം എന്നൊരു അഭിപ്രായം പറയുകയുണ്ടായി. അതിനൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു കാര്യം, ഷർട്ടിടാതെ ഭക്തരെ പ്രവേശിപ്പിക്കുന്നത് പൂണൂല് കാണാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു പൂണൂലുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുകയുണ്ടായി. ബഹുമാന്യ വെള്ളാപ്പള്ളി നടേശൻ സ്വാമി കുറേ കാലമായിട്ട് ഇത്തരത്തിലൊരു കാര്യം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ബഹുമാന്യ മുഖ്യമന്ത്രി പറഞ്ഞു, നാരായണ ഗുരുദേവൻ ചാതുർവർണ്ണ്യ സനാതനധർമ്മത്തിൻ്റെ ആളൊന്നുമല്ല എന്ന രീതിയിൽ തുടങ്ങുന്ന എല്ലാവരും കേട്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമായിട്ട് അല്ലെങ്കിൽ നാരായണ ഗുരു ഇരിക്കുന്ന കാലം തൊട്ട് ഇപ്പോഴും ചർച്ച ചെയ്യാണ്, ഗുരു ഹിന്ദുവാണോ, ഗുരു സനാതനധർമ്മിയാണോ, ഗുരു സന്യാസിയാണോ, ഗുരു ദൈവമാണോ, ഗുരു എന്താണ് എന്നൊക്കെ നിരന്തരം ഇപ്പോഴും ചർച്ച ചെയ്യും. ചിലർക്ക് ഗുരു ദൈവമാകണം, ചിലർക്ക് ദൈവമാകണ്ട, ചിലർക്ക് ഗുരുവായാൽ മതി, ചിലർക്ക് ഗുരു ഈഴവരുടെ ഗുരുവാണ്, ചിലർക്കെല്ലാം മനുഷ്യരുടെ ഗുരുവാണ്, അല്ല ലോകത്തിൻ്റെ തന്നെ ഗുരുവാണ്. ഇങ്ങനെ തുടങ്ങുന്നു കാര്യങ്ങൾ. നാരായണൻ അല്ലെങ്കിൽ നാണു എന്ന് പറയുന്ന മനുഷ്യന്റെ പേരിന്റെ കൂടെ ഗുരു എന്ന് വരുന്നതോട് കൂടി അത് ആരാന്ന് വ്യക്തമാണ്. ഗുരുവാണ്. ആർക്കാണ് ഗുരു? ആർക്കാണോ ആ പറയുന്ന വ്യക്തിയിലൂടെ വരുന്ന ദർശനത്തെ പിൻപറ്റേണ്ടത് അവരുടെ ഗുരുവാണ്, അവരുടെ മാത്രം ഗുരുവാണ്. അല്ലാണ്ട് എല്ലാവരുടെയും ഗുരുവല്ല. എല്ലാവരുടെയും ഗുരുവായ ഒരു ഗുരു ലോകത്തില്ല. എല്ലാവരുടെയും ഗുരുവായ ഒരു ഗുരുവില്ല. എല്ലാവരുടെയും എല്ലാവർക്കും സമ്മതമായിരിക്കുന്ന ഒരു ദൈവനാമം പോലുമില്ല. എല്ലാവർക്കും സമ്മതനായിരിക്കുന്ന ഒരു ഭരണാധികാരിയില്ല. നമ്മുടെ രാഷ്ട്രത്തിൽ തന്നെയുള്ള പല ദേശീയതയുടെ അടയാളങ്ങളും കാര്യങ്ങളും എല്ലാം അതിൽ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ലോകത്തുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഗുരുവല്ല. എന്നാൽ ഗുരു എന്ന എന്താണ് ഗുരു എന്ന അർത്ഥത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം ഒരു ഗുരുവാണ്. അപ്പൊ അതൊന്നൊരു ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യമൊന്നുമല്ല. ആ ഒരു അദ്ദേഹം പറഞ്ഞ ദർശനത്തെ സ്വീകരിക്കുന്നവര് സ്വീകരിച്ചു പോവുക, അതിനെ പിൻപറ്റി പോവുക, അതുമായി ബന്ധപ്പെട്ടവരോട് ഗുരുവിന്റെ ദർശനങ്ങൾ പറയുക, ലോകത്തെ പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാത്തവർക്ക് ആകർഷണം ഉണ്ടായിട്ട് വരാം. അല്ലാണ്ട് ഗുരു പറഞ്ഞതുകൊണ്ട് എല്ലാവരും അത് സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞ് വിഷയം ഉണ്ടാക്കാൻ പാടില്ല. അതല്ല നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ ഷർട്ടിട്ട് ക്ഷേത്രത്തിൽ കയറാമെന്നുള്ള, ഇതിപ്പോ കഴിഞ്ഞ വർഷം കേരളത്തിലെ വലിയൊരു സന്യാസി സംഗമം നടക്കുകയുണ്ടായി നമ്മുടെ തൃശ്ശിവപ്പേരൂരിൽ. അവിടെ നമ്മളൊക്കെ ഇരിക്കുന്ന ആ വേദിയിൽ വെച്ചിട്ട് സന്യാസിമാരുടെ സമൂഹം, മാർഗദർശക മണ്ഡലമാണ് നേതൃത്വം കൊടുത്ത്, എന്ന് കരുതി അവരുടെ തീരുമാനമൊന്നുമല്ല. ഒരുപാട് സന്യാസിമാർ അതിൻ്റെ പുറത്തുള്ളവരോടൊക്കെ ചോദിച്ച് അഭിപ്രായം ആരാഞ്ഞിട്ട് ഒക്കെ എടുത്തെന്നാ പറഞ്ഞത്. നമ്മുടെ അഭിപ്രായം ഒന്നും ചോദിച്ചിട്ടില്ല, അവരത് വായിക്കുക ചെയ്തേ. നമ്മൾ അഭിപ്രായം നമ്മളവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, രേഖപ്പെടുത്താൻ അവർ രേഖപ്പെടുത്തിയാലും നമ്മൾ അവരോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, അവരോട് ബന്ധപ്പെട്ട ആളുകളോട്. അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ ഷർട്ടിന്റെ വിഷയം അവിടെയും പരാമർശം ഉണ്ടായതാണ്. ക്ഷേത്രത്തിൽ മാറിയ ചുറ്റുപാടിൽ ഭക്തർ ഷർട്ട് ഇട്ടുകൊണ്ട് ആരാധന നടത്തുന്നതിൽ വിരോധമില്ല എന്നുള്ളതാണ്. വിരോധമില്ല എന്ന് പറയുമ്പോൾ ഇട്ട് കയറണം എന്നുള്ളതല്ല, അത് മനസ്സിലാക്കുക. പിന്നെ ഹൈന്ദവ സമാജത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഓരോ ആളുകളെ സംബന്ധിച്ചിട്ടും ഈ ആരാധനാലയത്തിൽ കയറുമ്പോൾ ഷർട്ട് ഇടണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയത്തിന്റെ ആദ്യകാലങ്ങളിൽ അവിടെ ശിവനായിരുന്നോ, വിഷ്ണു ആയിരുന്നോ, അള്ളാണോ, യഹോവയാണോ, ബുദ്ധനാണോ, ചാത്തനാണോ എന്ന് അന്വേഷിക്കുന്നതല്ല ഈ രാജ്യത്തിന്റെ പ്രധാന പ്രശ്നം എന്ന് ചിന്തിക്കുന്ന ആളാണ് നമ്മൾ. ഈ രാജ്യത്ത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഒത്തിരിയുണ്ട്, ദാരിദ്ര്യമുള്ളവരുണ്ട്,
കൃത്യമായി ചികിത്സ ലഭിക്കാൻ ഇന്നും സൗകര്യമില്ലാത്തവരുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും രാഷ്ട്രീയപരമാണ് എന്നുള്ളത്. ചികിത്സ ലഭിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഈ രാജ്യത്തെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും മുതിർന്ന ആളുകളൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി അന്യരാജ്യങ്ങളെ സമീപിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ദാരിദ്ര്യമില്ലെങ്കിൽ അമേരിക്കയിലെ പ്രസിഡന്റ് വരുമ്പോൾ ചേരിയെന്നും മറകെട്ടി മറയ്ക്കേണ്ട ആവശ്യമില്ല. പട്ടിണി മരണങ്ങൾ സംഭവിക്കേണ്ട ഇതില്ല. അപ്പൊ ഈ രാജ്യത്ത് പരിഹരിക്കപ്പെടേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ച്. കൂടാതെ ഹിന്ദു സംസ്കൃതിയിലെ വിശ്വാസികളെ സംബന്ധിച്ച് അമ്പലത്തിൽ കയറുമ്പോൾ ഷട്ടിടണോ, ഷട്ടൂരണോ, അല്ലെങ്കിൽ അടിവസ്ത്രം ധരിക്കണോ, അല്ലെങ്കിൽ അത് തൂങ്ങിക്കിടക്കുന്ന കൗബീനമാണോ, വേറെ എന്തെങ്കിലുമാണോ? ഇതൊന്നുമല്ല സനാതനികളുടെ വിഷയം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ദിവസമായി വിവാദം വന്നിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാതിരുന്നത്. എന്തിനാ അപ്പൊ ഇതിലൊക്കെ അഭിപ്രായം വേണം, ഇതൊന്നും വലിയ വിഷയമല്ല എന്ന് എഴുതിയിട്ട്. പക്ഷെ നിരന്തരം ആശ്രമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഭക്തരും നമ്മുടെ സർവദർശന സമഭാവന എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം. പ്രത്യേകിച്ച് നാരായണ ഗുരുവിന്റെ മഠത്തിൽ നിന്നൊരു വാക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം ഈ ഒരു വിഷയത്തിൽ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആദരണീയ സുകുമാരൻ നായർ, NSSന്റെ സെക്രട്ടറി സുകുമാരൻ നായർ ഇവിടുന്ന് ഒരു ബോൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ നിന്ന് നേരെ അടിച്ചു വിട്ട പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ടേ ഉള്ളതാണ് ഈഴവരും നായന്മാരും തമ്മിലുള്ള വിഷയം. അപ്പൊ ഇവിടെ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞപ്പോൾ അവിടെ അയാൾക്ക് പറ്റിയില്ല, അദ്ദേഹം പറഞ്ഞു ഇവിടെ പറ്റിയില്ല, വെള്ളാപ്പള്ളിക്ക് പറ്റിയില്ല, അങ്ങനെ പോകണം. അപ്പൊ അങ്ങനെ ഈ സാമുദായിക പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മളൊരു സമുദായത്തിന്റെ ആളല്ല എന്ന് പലവട്ടായി പറയും. നമ്മൾ ദർശനത്തിനെയാണ് പിൻപറ്റുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്കും സമൂഹം ചില ജാതീയ സാമുദായികമായ പേരുകൾ നൽകിയിട്ടുണ്ട്, കാഴ്ചപ്പാടുകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് സംസാരിക്കേണ്ടതുണ്ട് നമ്മൾ. കാരണം നമ്മുടെ ആളുകൾക്കും പറയാൻ ചിലതുണ്ട്, ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട്. പ്രത്യേകിച്ച് ആധ്യാത്മിക മണ്ഡലത്തിൽ. പിന്നെ ഭരണഘടന ഹിന്ദു എന്ന വിശേഷിപ്പിക്കുന്ന സംസ്കൃതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങളെയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്കും പറയാനുണ്ട്. അല്ലാണ്ട് ഇപ്പോ ഇവരുടെ ഹിന്ദുക്കളുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇപ്പൊ നമ്മളോടൊന്നും ചോദിക്കില്ല, മറ്റു മാധ്യമങ്ങൾ വിടും. ഹിന്ദുക്കളുടെ മാധ്യമങ്ങൾ നമ്മളെയൊന്നും പരിഗണിക്കില്ല. കാരണം നമ്മളെ പ്രതിനിധീകരിക്കുന്ന സമൂഹം അവരെ സംബന്ധിച്ച് അസ്പൃശ്യരാണ്. അവർക്ക് സ്വീകാര്യമാകണമെങ്കിൽ അവരുടെ രീതിക്ക്, അവരുടെ രാഷ്ട്രീയത്തിന്, അവരുടെ സംഘടനകൾക്ക് വിധേയത്വപ്പെട്ടുകൊണ്ട് അവരെ പുകഴ്ത്തിക്കൊണ്ടു പോകുന്നവരെ മാത്രമേ അവർക്ക് സ്വീകാര്യമായുള്ളൂ. വിമർശിക്കുന്നവർ അവർക്ക് സ്വീകാര്യരല്ല. പ്രത്യേകിച്ച് അവർ അസ്പൃശ്യരാണെന്ന് പറയുന്നവരുടെ സംസ്കൃതിയെ ഉയർത്തി കാണിക്കുന്നവർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട്. ഇപ്പൊ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു വെക്കുന്ന പൂണൂല് കാണാൻ വേണ്ടിയിട്ടാണ് ഷർട്ട് വരുന്നതെന്ന് പറയുമ്പോൾ, ക്ഷേത്രത്തിൽ കയറുമ്പോൾ സ്വാമിജിക്ക് അറിയാണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ സ്വാമിജിയെ പോലെ ചിന്തിക്കുന്നവർ അറിയാണ്ടായിരിക്കില്ല. ഈ ക്ഷേത്രങ്ങളിൽ ആദ്യം പൂണൂലില്ലാത്തവരാണോ കയറിയിരുന്നേ? ഒരു വിഷയം നമ്മൾ സമൂഹത്തിൽ കൊടുക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഇനിയും സമുദായത്തിന്റെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലുകയാണോ വേണ്ടത്? അപ്പൊ അമ്പലത്തിൽ കയറിയിരുന്ന ആളുകൾ പൂണൂലിട്ടവരായിരുന്നോ പൂണൂലില്ലാത്തവരായിരുന്നോ? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്നു. നാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠ വീണ്ടും വീണ്ടും പലരും ആവർത്തിക്കുന്നിട്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് സംഭവം തന്നെയാണ് ആ കാലഘട്ടത്തിൽ. നാരായണ ഗുരുവിന് മുമ്പേ ഗുരു ഓമൽ ചെയ്തിട്ടുണ്ട്, അയ്യ വൈകുണ്ഠം ചെയ്തിട്ടുണ്ട്, പലരും ചെയ്തിട്ടുണ്ട്. SNDPക്ക് ആസ്തിയുണ്ട്, ആൾബലമുണ്ട്, ഒക്കെ ഉണ്ടായി വന്നപ്പോൾ ഗുരുദേവൻ എന്ന് പറയുകയാണ്. അതിന് മുമ്പ് ചെയ്ത ഒത്തിരി മഹാത്മാക്കൾ ഉണ്ട്. ഗുരുദേവൻ ചെയ്ത് നിസ്സാരവുമല്ല. പക്ഷെ ഗുരുദേവന് കൊടുത്ത ജനകീയ പിന്തുണ, അവന്റെ ആ ഒരു സാമുദായിക പിന്തുണ മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു വസ്തുതയുണ്ട്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഗുരു അത് ചെയ്തത്? മറ്റു ക്ഷേത്രങ്ങളിൽ ആളുകൾക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ടാണ്. എന്താ മറ്റു ക്ഷേത്രത്തിന് പ്രവേശനമില്ലാത്തത്? മറ്റു ക്ഷേത്രങ്ങൾ മറ്റു കുലങ്ങളുടേതാണ്. ഇത് മനസ്സിലാക്കി, ഇത് അംഗീകരിക്കാതെ ഹൈന്ദവ സംസ്കൃതിയിലെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു നമുക്ക് തോന്നുന്നില്ല. നാരായണ ഗുരുവിനും പിഴവ് പറ്റിയത് അവിടെയാണ്. ഇത് പറയുമ്പോൾ ചിലരൊക്കെ ചോദിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ നാരായണ ഗുരുവിനേക്കാൾ വലിയ ഗുരുവാണോ എന്നുള്ളത്. നാരായണ ഗുരു ആരുടെ ഗുരുവാണ്?
നാരായണ ഗുരുവിന്റെ ആളുകളുടെ ഗുരുവാണ്, അത് ഈഴവരുടെ ഗുരുവാണെന്ന് പോലും നമ്മൾ പറയുന്നില്ല. അങ്ങനെ കരുതുന്നവർക്കാകാം. നാരായണ ഗുരുവിനേക്കാൾ വലിയൊരു ഗുരു ഉണ്ടോ ചോദിച്ചാൽ നാരായണ ഗുരു ആരാണ് എന്ന് പറയൂ. ഗുരുവിനെ ഉൾക്കൊള്ളുന്നവർക്കുള്ള ഗുരുവാണ്. നമ്മളും ഗുരു എന്നാ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതിനേക്കാൾ വലുതുണ്ടോ ചോദിച്ചാൽ അത് ഓരോരോ ഗുരുക്കന്മാരെ സംബന്ധിച്ചിട്ട് അവരെ പിൻപറ്റുന്ന ആളുകളാ പറയണ്ടേ. അപ്പൊ നമ്മുടെ ശിഷ്യന്മാരോട് നമ്മുടെ ഭക്തരോട് വന്നിട്ട് നാരായണ ഗുരു വലുതാന്ന് പറഞ്ഞാൽ അവരെന്താ പറയാ? പോയി പണിയൊക്കാൻ പറയില്ലേ? നമ്മളാ വലുതെന്ന് അവരോട് പറഞ്ഞാൽ അവരും പറയില്ലേ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബാലിശമായ സംസാരങ്ങൾ സമൂഹത്തിന് ഭൂഷണമായ കാര്യമല്ല. നമ്മൾ പറയുന്നത് നമ്മളെ കേൾക്കുന്നവരോട് നമ്മുടെ അഭിപ്രായം തുറന്നു പറയുകയാണ്. അപ്പൊ നമ്മളെ നാരായണഗുരുവൊക്കെ വലുതാണോ ചോദിച്ചാൽ നമുക്ക് നമ്മളാണ് വലുത്, നമുക്ക് നാരായണ ഗുരു അല്ല, നമുക്ക് നമ്മളാ വലുത്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജനതയുടെ എല്ലാ ആചാരങ്ങളും മോശമാണെന്ന് വരുത്തി തീർത്തതിൽ ഒരു പങ്ക് നാരായണ ഗുരുവിനുണ്ട്. ഞങ്ങളുടെ ദൈവസങ്കല്പങ്ങളായിരിക്കുന്ന മാടനും മറുതയും ചാത്തനും ഒക്കെ മോശമാണെന്ന് പറയുമ്പോൾ, വിഗ്രഹാരാധന തെറ്റാണെന്ന് പറഞ്ഞ മുഹമ്മദ് മോശക്കാരനാകുന്നു എങ്കിൽ ചിലർക്ക്, അതാണ് ചിലർക്ക് നാരായണ ഗുരു ഞങ്ങൾക്ക് എങ്ങനെ സ്വീകാര്യരാകും? ഭൂരിപക്ഷം ഈഴവർക്ക് എങ്ങനെ, ചാത്തനെ വെച്ച് ആരാധിക്കുന്ന ഈഴവർക്ക് എങ്ങനെ സ്വീകാര്യനാവും? മാടനെ ആരാധിക്കുന്ന ഈഴവർക്ക് എങ്ങനെ നാരായണ ഗുരു സ്വീകാര്യനാവും? അണ്ട് ഈ നാരായണ ഗുരു നാരായണീയ ദർശനത്തിന്റെ ആളാണ്. അപ്പൊ അതിന്റെ ആളുകൾക്ക് അദ്ദേഹം വലിയ ആളാണ്. അല്ലാണ്ട് ടോട്ടൽ ഭാരതീയർക്കോ ലോകർക്കോ നാരായണ ഗുരു വലുതാണെന്ന് പറയാം നമുക്കാകില്ല. നമ്മൾ ഗുരുവിനെ എല്ലാ ആദരവും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആശ്രമത്തിൽ വന്നാൽ ഗുരുവിന്റെ ഫോട്ടോ കാണാൻ പറ്റും. എല്ലാ ആദരവും ഉണ്ട്. എന്താണ്? ഈ സംസ്കൃതിയുടെ ഒരു ഗുരുവാണ് മുഹമ്മദ്. ഈ ലോകത്തെ ഒരു സംസ്കൃതിയുടെ നമ്മുടെ സനാതന ഹൈന്ദവ ഭാഗമായിരിക്കില്ല, എന്നിരുന്നാൽ പോലും ലോകത്തിന്റെ ദർശനത്തിന്റെ ഗുരുവാണ് മുഹമ്മദ്. നമുക്ക് സ്വീകാര്യനാണ്, എല്ലാം സ്വീകാര്യനാണെന്നല്ല, ആദരിക്കുന്നു. യേശുവിനെ നമ്മൾ ആദരിക്കുന്നു, ചാർവാകനെ ആദരിക്കുന്നു. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത് അദ്ദേഹത്തെ ആദരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചെയ്തികളൊക്കെ അംഗീകരിച്ചിട്ടല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ ആദരിക്കുന്നു. ഇതെല്ലാം എല്ലാവരും ഇപ്പൊ നമ്മളെ പലരും ഇഷ്ടപ്പെടും, നമ്മളുടെ എല്ലാം ഇഷ്ടമുണ്ടായിട്ടാവില്ല. ചിലപ്പോൾ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ടായിരിക്കും. അതൊക്കെ എല്ലാ കാലത്തും അങ്ങനെയാണ്. അപ്പൊ നാരായണ ഗുരുവിൽ പറഞ്ഞത് ഇങ്ങനെയായതുകൊണ്ട് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ രാണിയുടെ വിഷയം ഉണ്ടായത് നമ്മൾ പലരും ശ്രദ്ധിച്ചാണ്. നാരായണ ഗുരു കരിയും കരിമരുന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആന വേണ്ടാന്ന്. ഇതൊക്കെ ആര്, ഇപ്പൊ സച്ചിദാനന്ദ സ്വാമികളടക്കം എവിടെയാ പറയണ്ട? അവർക്ക് എവിടെയാ പറയാ അധികാരമുള്ളത്? ഈ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് നരസിംഹം സിനിമ കാണുന്ന നേരത്തെ, നരസിംഹല്ല ആറാം നമ്പുരാൻ സിനിമ കാണുന്ന നേരത്ത് മോഹൻലാൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ഒരു ചങ്ങാതി കീരിക്കാടൻ ചെയ്ത കഥാപാത്രത്തിന്റെ പേരറിയില്ല. അയാൾ വരുന്ന സമയത്ത് പറയേണ്ടത് കുട്ടികളുടെ കളിയാണെന്ന് പറയുമ്പോൾ അത് വലിയൊരു കളിക്കുമ്പോൾ അങ്ങനെ പറയണ്ട അവനവൻ അധികാരമുള്ളടത്തല്ലേ കുട്ടിയെ തോന്നിയസം കാട്ടാൻ പറ്റുന്നൊരു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതാണ് ഈ അവനവൻ അധികാരമുള്ളിടത്താണ് ഈ തോന്നിയസം കാട്ടുക എന്ന് പറയുമ്പോൾ തോന്നിവാസാണ് മാറ്റി വയ്ക്കാം. അവനവൻ അധികാരമുള്ളിടത്താണ് അവനവന്റെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് സമൂഹത്തിൽ എല്ലായിടത്തും കൊടുക്കുന്നത് ഛർദ്ദിച്ച് വെച്ചാൽ അത് വലിയ വിഷയമാണ്. പ്രത്യേകിച്ച് SNDP പോലെയുള്ള പ്രസ്ഥാനം, ശിവഗിരി മഠത്തെ പോലെയുള്ള ആശ്രമം, ഇവർക്ക് കീഴിൽ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ ഒരു കാര്യം നടത്താൻ ഇത്തരത്തിലൊരു വിവാദത്തിന്റെ ആവശ്യമുണ്ടോ? അവർക്ക് അവരുടെ ക്ഷേത്രങ്ങളിൽ നടത്താവുന്ന കാര്യമല്ലേ ഉള്ളൂ. എന്നിട്ട് മാതൃക കാണിക്കല്ലേ വേണ്ട? എന്തിനാ മറ്റുള്ളിടത്ത് പോയി നിൽക്കുന്നേ? ഇനി അവരുടെ ക്ഷേത്രങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളും ഷർട്ട് ഊരുന്നുണ്ടോ അല്ലെങ്കിൽ ഇടുന്നുണ്ടോ? ഊരുന്നു എങ്കിൽ അവിടെ ആരുടെ പൂണൂല് കാണാൻ വേണ്ടിയിട്ടാണ്? ഗുരു ഷർട്ടിടാത്ത കാലത്ത് ഇവിടെ ഷർട്ടുണ്ടല്ലോ. ഗുരു ഷർട്ടിടാതിരുന്നത് ഗുരു സന്യാസം വ്യക്തമായി, സാമ്പ്രദായിക സന്യാസം ഗുരു സ്വീകരിച്ചിട്ടില്ല നാരായണ ഗുരു. അപ്പൊ ഗുരു ഷർട്ടിടാതിരുന്നത് എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാ? അതൊക്കെ എന്ത് ബാലിശമാണെന്ന് നോക്കൂ. ഈ പൂണൂല് കാണാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറയുന്നത്. എന്തിനിത്ര വിരോധം? ബ്രാഹ്മണ ചരിത്രം നമ്മളോട് പറയുന്നത് അവർക്ക് അധികാരമുള്ള ആളുകൾ, എല്ലാവരുമല്ല, എല്ലാവർക്കും അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. അധികാരമുള്ള തമ്പുരാൻ സംവിധാനമുള്ള ആളുകളെ വളരെ താഴ്ന്നവരായിട്ട് കണ്ടിരുന്നു, ആക്രമിച്ചിരുന്നു. അത് ബ്രാഹ്മണർ മാത്രമാണോ ചെയ്തത്? അല്ല. പുലയന് ചോടെ ആളുകളെ കണ്ടിരുന്നു, പറയന് ചോടെ കണ്ടിരുന്നു. ഒന്നും കാണാൻ പറ്റാത്ത വഴി പോണ പട്ടീനെ കല്ലെടുത്തെറിഞ്ഞിരുന്നു. ഇതൊക്കെ ഈ എല്ലാ നാട്ടിലും നടന്നു പോയതാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റ് കണ്ടാ പണപ്പോ ഉത്തരേന്ത്യയിൽ ചില ദലിതുകളെയും തള്ളിക്കൊന്നു അല്ലെങ്കിൽ അടിച്ചു. പറയണം, പ്രസന്റിൽ നടക്കുന്ന കാര്യമാണ്. ആര് ചെയ്താലും പറയണം. കേരളത്തിൽ നടന്നാലും പറയണം. പരസ്പരം രാഷ്ട്രീയക്കാർ വെട്ടിക്കൊല്ലുന്നു. നമ്മളിത് പറയണം, ഇത് നമ്മൾ പറയണം. അതൊന്നും പറയണ്ട എന്നൊന്നല്ല പറയുന്നേ. എന്ന് കരുതി ഇന്നലെ ഈ പറഞ്ഞ
ദുഷിച്ചു നാറുന്ന ചരിത്രം വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് എന്തിനാ? അതിപ്പോ ഇത് പറയുമ്പോൾ തന്നെ വേണം, ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിന് നമ്മുടെ നിലപാട് തന്നെയാണ്. എന്തിനാ ഇത് ഛർദിക്കുന്നേ? ഇത് എല്ലാവർക്കും അറിയില്ലേ? അല്ല, അത് പറഞ്ഞേ പറ്റുമെങ്കിൽ മറ്റവൻ ജാതി പറയും. ഈ പഴയത് അതുകൊണ്ടാ പറഞ്ഞ, ഈ അമ്പലത്തിന്റെ അടിയിൽ പള്ളിയാണോ, പള്ളിയുടെ അടിയിൽ അമ്പലമാണോ, ഈ മലം തോണ്ടൽ നിർത്തൂ. വിസർജിച്ച് കളഞ്ഞാൽ പിന്നെ കളഞ്ഞതാ. അവിടെ തോണ്ടരുത്. അവിടെ തോണ്ടിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, പുരോഗമനം ഉണ്ടാകില്ല, സൗഹാർദ്ദം ഉണ്ടാവില്ല. രാജ്യം എന്നും അവിടെ തന്നെ നിൽക്കും. ഈ തിരിച്ചറിവ് വേണം എല്ലാവർക്കും, ഏത് മതസ്ഥരും ഏത് രാഷ്ട്രീയക്കാരായാലും ശരി. അപ്പൊ പല രാഷ്ട്രീയ പാർട്ടികളും പണ്ട് പല തോന്നിവാസവും കാണിച്ചിട്ടുണ്ടാവും. മാറ്റം വന്ന് അംഗീകരിക്കണ്ടേ? ഇത് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പൂണൂല് കാണാനാണെന്നാണ്, ബാലിശമാണ്. സച്ചിദാനന്ദ സ്വാമികളെ പോലെയുള്ള പുണ്യാത്മാക്കൾ ഇത്തരത്തിൽ പറയുന്നത് കേൾക്കുന്നത് വളരെ വിഷമകരമാണ്. അത് ബ്രാഹ്മണ സമൂഹത്തോട് ചെയ്യുന്ന ഒരു നിന്ദയാണ്. ഈഴവർക്ക് താഴെയുള്ളവരോട് കാണിച്ചിരുന്ന സമീപനം എന്താണ്? നാരായണ ഗുരുദേവൻ തന്നെ മറ്റു രീതിയിൽ അയ്യങ്കാളിയോട് പ്രവർത്തിക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്താണ്? ഈഴവർ പിന്നോക്ക വിഭാഗങ്ങളിലെ ബ്രാഹ്മണർക്ക് തുല്യം പ്രവർത്തിച്ച ആളുകളാ ഇന്നും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്റ്റുഡന്റ്, നായരാണ് പയ്യൻ, തിരുവനന്തപുരത്തുകാരനാണ്. SNDPയുടെ ഒരു ക്ഷേത്രത്തിൽ മേൽശാന്തി ഒഴിവുണ്ടെന്ന് പറഞ്ഞ് പോയപ്പോ SNDPയുടെ പ്രമുഖനായിരിക്കുന്ന ഒരു തന്ത്രിവര്യൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഈഴവരെ മതി എന്നാ പറഞ്ഞത്. തെറ്റില്ല, അവരുടെ ക്ഷേത്രത്തിൽ അവരുടെ ആളുകളാണ് വേണ്ടത്. അതിനൊന്നും നമുക്ക് തെറ്റ്. മറിച്ച് അവിടെ അത് നടക്കുമ്പോൾ പിന്നെ ഇവിടെ പറയാൻ പറ്റുമോ? ഇനി അപ്പൊ സ്വന്തം ക്ഷേത്രത്തിൽ ഷട്ടിടാമെങ്കിൽ അത് ഒരു സൈലന്റ് ആയിട്ട് നടത്താൻ പറ്റുന്ന ഒരു പ്രവർത്തനമായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, ഈ ഹിന്ദു സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ക്ഷേത്ര സംരക്ഷണ സമിതി, അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പാവക്കുളത്തെ മഹാദേവ ക്ഷേത്രം, അവിടെ നടക്കുന്ന കർമ്മബ്രാഹ്മണ പൗരോഹിത്യത്തിനോടൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം പൂണൂലിട്ടിട്ട് ആളുകളെ വിടും. ആ ക്ഷേത്രത്തിൽ ഇവനെ പൂജയ്ക്ക് കയറ്റില്ല. കാലാകാലം നമ്പൂതിരിയാ പൂജിക്കുന്നത്. വിശേഷ ഭഗവത് സേവയ്ക്ക് പോലും പുറത്തുനിന്ന് നമ്പൂരിയെ കൊണ്ടുവന്നാൽ ഇവരെ കൊണ്ട് ചെയ്യിക്കില്ല. നമുക്ക് കണ്ണിൽ നേരിട്ട് കണ്ടതാ. അപ്പൊ അതുകൊണ്ട് ആ തോന്നിവാസങ്ങൾക്കൊക്കെ നമ്മൾ എതിരാ. കാരണം ഇവനെ അതിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ പിന്നെ കാണിക്കാൻ നിൽക്കല്ല. ഇക്കറന്നല്ല അവൻ എവിടെയെങ്കിലും പോയിട്ട് സുന്നത്ത് നടത്തുക, എന്നല്ലെങ്കിൽ എവിടെയെങ്കിലും അവിടെ അവന് നിന്ന് പിഴയ്ക്കാൻ പറ്റുമോ നോക്കാമല്ലോ. അപ്പൊ ഇത്തരത്തിൽ കാണിക്കുന്നതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. നന്മ കണ്ടാൽ നന്മ പറയും, തിന്മ കണ്ടാൽ തിന്മ പറയും. ആ ഒരു ക്ഷേത്രത്തിൽ പറഞ്ഞത്, പാവക്കുളം ക്ഷേത്രത്തില് അവര് അവിടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഷർട്ട് അഴിക്കാനൊന്നും പറയുന്നില്ല. ആർക്ക് വേണം തൊഴാം. ശബരിമല പറയാത്ത, ശബരിമല കാവ് സംവിധാന, കാവ് സംവിധാനം ഷർട്ടും മറ്റുള്ള കാര്യങ്ങളൊന്നും വിഷയമല്ല. ക്ഷേത്രത്തിൻ്റെതായിരിക്കുന്ന വിധിന്യാസത്തിലാണ് കഞ്ചുകാഭരണത്തെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ അവിടെയാണ് ആ നിയമം വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം മാതൃകാപരമായ ക്ഷേത്രം അവർ ആരെങ്കിലും കൊട്ടിഘോഷിക്കാൻ നിന്നോ? ഈ പറയുകയാണെങ്കിൽ നമ്മൾ കണ്ണൂരിലെ ഒരു ഹിന്ദു സംഗമത്തിന് പങ്കെടുത്ത സമയത്ത് അവിടെ ഒരു മഹാവിഷ്ണു ക്ഷേത്രം, ക്ഷേത്രത്തിന്റെ പേര് കിട്ടാഞ്ഞിട്ടാണ്, പക്ഷെ മറിച്ച് മുനിയറയൊക്കെയുള്ള വളരെ ശ്രേഷ്ഠമായിട്ട് ഒരുപാട് സിദ്ധ മുനിയറകളുള്ള ഒരു വളരെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രത്യേക സ്ഥാനമാണ് അവിടെ ഒരു മഹാവിഷ്ണു ക്ഷേത്രം. ഭംഗിയായിട്ട് കയറിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ചുമർചിത്രമുണ്ട്. ഭഗവാൻ അനന്തശയനത്തിൽ കിടക്കുന്നതാണ്. അപ്പൊ അതിന്റെ നേത്രോന്മീലനം നടത്തിയത് പൂജനീയ മൂപ്പിൽ സ്വാമിയാരാണ്. അപ്പൊ മൂപ്പിൽ സ്വാമിയാര്, പുഷ്പാഞ്ജലി സ്വാമി എന്നൊക്കെ പറഞ്ഞ അദ്ദേഹമാണ്. ഈ പറയുന്ന സ്വാമിജി വിഷ്ണുപദം പൂകിയിട്ടുണ്ട്. അതെന്തോ വിഷ്ണുപദം പൂകി വെച്ചാൽ ഒരു വൈഷ്ണവ സമ്പ്രദായം ആവുകൊണ്ട് നമ്മൾ പറയുന്നത് കേട്ടോ. എല്ലാവരും വിഷ്ണുപദം എന്നുള്ള വാക്കൊന്നും നമ്മളില്ല. നമ്മളൊക്കെ ചാത്തനിലേക്കോ മടലിലേക്കോ പോയാൽ മതി. പക്ഷെ പറയേണ്ടത് ആ ഒരു രീതി അങ്ങനെയാവുകൊണ്ട് അങ്ങനെ പറയുന്നു. അവരുടെ രീതിയെ നമ്മൾ ആദരിക്കുന്നു, അതുകൊണ്ട് അങ്ങനെ പറയുന്നു. അപ്പോൾ അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം നമ്മളങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ സംഘാടകർ ക്ഷണിച്ച ക്ഷേത്രത്തിന്റെ കമ്മിറ്റിക്കാർ ക്ഷണിച്ചപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. സർവാദര ബഹുമാനപൂർവ്വം അവർ സ്വീകരിച്ച്. അപ്പോൾ പോയ സമയത്ത് നമ്മൾ പുറത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിജി അവിടെ നിന്ന് അകത്തുനിന്ന് അദ്ദേഹം പുഷ്പാഞ്ജലി ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അകത്തേക്ക് വരുന്നില്ലേ ചോദിച്ചു. നമ്മൾ പറഞ്ഞു അയ്യോ ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് ബാബയ്ക്കും അതുപോലെ 2 ആൾക്കാർ പറഞ്ഞു, വേറെ സന്യാസിയൊക്കെ ഉണ്ട്, ഇവർക്ക് ബ്രാഹ്മണ ഭോജനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയി അവിടുത്തെ തന്ത്രിയുടെ ഈ വലിയക്കാർ ഒപ്പമുള്ള പരികർമ്മികളൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് വിധി അനുസരിച്ചിട്ടുള്ള അവർ ബ്രാഹ്മണ ഭോജനം എന്നാ പറയുക കേട്ടോ. നമ്മൾ ചണ്ടാളനായാൽ മതി, നമുക്ക് ചണ്ടാളനായിട്ട് ഇരുന്നാൽ മതി. പക്ഷെ അവർ നമ്മളെ സ്വീകരിക്കുന്നത്
അവരുടെ ആ കാഴ്ചപ്പാട് ജ്ഞാനി എന്ന അർത്ഥത്തിൽ. നമുക്ക് ജ്ഞാനുണ്ടോ നമുക്കറിയില്ല, പക്ഷെ അവരങ്ങനെ കരുതി അവർ നമുക്ക് എന്താ വെച്ചാൽ ആ വിധാനത്തിലാണ് ഭക്ഷണം നൽകുന്നത്. നെയ്യൊക്കെ വീഴ്ത്തി അത് നിലയിട്ട് പ്ലാഗി നെയ്യ് വീഴ്ത്തി അവർ വിധിയുണ്ട്. അങ്ങനെയാണ്, അതേ രീതിക്കാണ് ഭക്ഷണം നൽകുന്നത്. അത് കഴിഞ്ഞ് വന്ന ഭക്ഷണത്തിന് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞു, അദ്ദേഹം വീണ്ടും സ്വാമിജി മുന്നിൽ പോയിട്ട് സ്വാമിജിയെ കമ്മിറ്റിക്കാരോട് പറഞ്ഞു, ഇവരോട് അകത്തേക്ക് വരാൻ പറയൂ, ഭഗവാന്റെ നേത്രോന്മീലനം നടക്കുകയല്ലേ എന്ന് പറഞ്ഞു. അപ്പം നമുക്കാണെങ്കിൽ നിങ്ങൾക്കറിയാം തലപ്പാവുണ്ട്. അപ്പോൾ തലയിൽ കെട്ടിക്കൊണ്ട് ശിരാവരണം അത് വെച്ചുകൊണ്ട് സാധാരണ ക്ഷേത്രത്തിലേക്ക് കയറാൻ പറ്റില്ല എന്നാണ് നിയമം. പത്മനാഭസ്വാമി പോയവർക്ക് അറിയാൻ പറ്റും, എല്ലാ സന്യാസിമാർക്കും തന്നെ കയറി ചെല്ലാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മളെ തല്ലിൽ കെട്ടുണ്ട്. പലപ്പോഴും ചില ആൾക്കാർക്ക് ഇതെന്താ ഈ കെട്ടേ ചോദിക്കുക. ആ കെട്ടിൻ്റെ ഉള്ളൊരു പാളയാണ്, ഈ സമ്പ്രദായത്തിന്റെ ഭാഗമാണ്. ഒരു സൂഫിസത്തിന്റെ ത്വരീക്കത്ത് എന്ന് പറയും. അത് ഈ സമ്പ്രദായത്തിന്റെ ഭാഗം, ഇസ്ലാമിക അല്ല, ഈ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ടൊരു പാളയാണ്. പാള കാലാനുസൃതമായി മാറ്റം വരുത്തിയതാണ് നമ്മളെ കളിയിക്കാണെന്ന് കെട്ട്. അത് ഈ ആശ്രമത്തിന്റെ വിധാനമാണ്. അപ്പോൾ തലയിലുണ്ട്, അതങ്ങനെ വെറുതെ ഊരേണ്ട ആവശ്യമില്ല, എപ്പോഴും വെക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ ചില നിഷ്ഠകളും വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് അങ്ങനെ പോയാൽ മതി. എല്ലായ്പ്പോഴും ഒരുപോലെ അല്ലല്ലോ. വക്കീല് കോട്ടിടേണ്ടത് അതിൻ്റെ ഉള്ളിലല്ലേ വേണ്ടല്ലോ, പുറത്ത് വേണ്ടല്ലോ. അത് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, കറുത്ത മുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളത് നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കാം, ഒരു ജുബ ഉണ്ടായിരിക്കാം, അതിൻ്റെ മുകളിൽ ചിലപ്പോൾ ഇതുപോലെ ഡ്രസ്സ് ഇടുന്ന രീതിയുണ്ട്, ഷോളുണ്ട്. ഇതൊക്കെ പാടെ ആ സമയത്ത് അഴിച്ചു പോകാറ് നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് കയറിക്കൊള്ളുന്നതിന് നിർബന്ധമില്ല. ആചാരങ്ങളെ ആദരിക്കുന്നു, അതുകൊണ്ട് തന്നെ ആ ആചാരത്തെ മറികടക്കാൻ നമ്മൾ തയ്യാറല്ല. അവർക്ക് അവരുടെ ആചാരമാകാം. അപ്പം നമ്മൾ പറഞ്ഞു ഊരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റിയ ശരീരത്തിൽ പണ്ടുള്ള ചില സാമൂഹ്യ വിരുദ്ധര് ആസിഡ് ഒഴിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള പാടുകളും മുറിപ്പാടുകളൊക്കെ നിറച്ചുള്ള ശരീരമാണ് നമ്മുടെ ശരീരം, എല്ലാവർക്കും അറിയാം. സാമൂഹ്യ വിരുദ്ധർ, ജാതിവാദികൾ, ഈ പറയുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട ഹിന്ദു കാഴ്ചപ്പാടുള്ള ഹിന്ദു നാമധാരികൾ മറ്റു മാസത്തിലൊന്നും നമ്മളെ നാളെ വരെ ഉപദ്രവിച്ചിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ ഇത് ഹിന്ദുക്കൾ ഉപദ്രവിച്ചു എന്നല്ല പറഞ്ഞത്. അങ്ങനെ ഒന്നും എടുക്കാൻ പാടില്ല. സാമൂഹ്യ വിരുദ്ധർ, അവർക്ക് ജാതി മതമോ ലിംഗമൊന്നും ഇല്ല സത്യത്തിൽ. അപ്പോൾ അതിൻ്റെ പാടുകൾ നമ്മുടെ ഈ ഷർട്ടൊക്കെ പടഴിച്ചുള്ളിൽ ചെല്ലുമ്പോൾ എന്താ സ്വാമിയെ ചോദ്യം, 100 ചോദ്യം മറുപടി കൊടുക്കൽ ഒക്കെ ഒരു വിഷമമാണ്. അതുകൊണ്ടാണ്, അല്ലാതെ നമുക്ക് നാണവന്മാരം ഉണ്ടായിട്ടൊന്നുമല്ല ഈ മുറി കാണിക്കാൻ. അതൊക്കെ നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് അതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇവർ കമ്മിറ്റി, നമ്മൾ പറഞ്ഞു അകത്തേക്ക് വരുന്നില്ല, സ്വാമിമാരൊക്കെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരകത്ത് പോയി പറഞ്ഞപ്പോൾ മൂപ്പിൽ സ്വാമി പറഞ്ഞു, അത് വേണ്ട, അദ്ദേഹം ഷർട്ട് അഴിക്കണ്ട, ഒരു നിർബന്ധമില്ല, വരാൻ പറയുക പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി മൂപ്പിൽ സ്വാമിയുടെ അടുത്ത് നിന്ന് ഒപ്പമാണ് നമ്മൾ ആ നേത്രോന്മേലത്തിന്റെ പങ്കെടുത്ത്. വെറുതെ അദ്ദേഹം ചെയ്തതിന്റെ ബാക്കി പുഷ്പാർച്ചനയും മറ്റുള്ളതൊക്കെ ചെയ്യാൻ നമ്മളോട് ചേർത്തിട്ട് ഒപ്പം നിർത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇതല്ലാണ്ട് ചിലപ്പോൾ സ്വാമിജിക്ക് എന്തെങ്കിലും പിഴവ് പറ്റുമോ, സ്വാമിജി ജാതി കാണിക്കുകയോ ചെയ്ത വിഷയമുണ്ടോ നമുക്കറിയില്ല, നമുക്ക് അനുഭവം ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതൊരു ബ്രാഹ്മണനായ, ഇപ്പം ഈ പറഞ്ഞ ജാതി ബ്രാഹ്മണ്യത്തിൽ പിറന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. എല്ലാ ആൾക്കാരും അങ്ങനെ ആയിക്കോളണമെന്നില്ല കേട്ടോ, നമ്മൾ പ്രത്യേകം പറയാണ്. അദ്ദേഹത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ നമ്മൾ പോയപ്പോൾ നമുക്ക് പൂണോനില്ലല്ലോ, നമ്മൾ പേരിൽ തന്നെ ചണ്ടാളൻ കൊണ്ട് കിടക്കുന്ന ആളല്ലേ. നമ്മൾ ബ്രാഹ്മണ്യം, ഗുരുദേവൻ പോലും പറഞ്ഞ ബ്രാഹ്മണ്യം നമ്മൾ പറയുന്നേ ഇല്ല. നമ്മൾ അങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾ മാടനെയും മറുതയും വലിച്ചിട്ട് ശിവനും വിഷ്ണു ശങ്കരനാഥനും ശാരദേനെയും ആരാധിച്ച് നിങ്ങളുടെ ബ്രാഹ്മണനാക്കും നമ്മൾ പറയുന്നില്ല. എടാ, നിന്റെ തന്തയുടെ പേര് കോരനാണെങ്കിൽ കോരനെ വിളിച്ച്, കോരന്റെ പേര് കോരൻ, അച്ഛന്റെ പേര് കോരനാണെങ്കിൽ കോരനാണ് അച്ഛൻ എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മൾ വേണേ. അല്ലാണ്ട് രാമൻ നമ്പൂരിനെ എടുത്ത് ഇവിടെ വെച്ചിട്ട് നിന്റെ അച്ഛനെ മാറ്റ്, അത് മോശമാണെന്ന് പഠിപ്പിക്കുന്ന ആളല്ല നമ്മൾ. അവനവന്റെ പാരമ്പര്യം മൊത്തമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണേ. അതിൽ അഭിമാനിക്കുന്ന അച്ഛൻ കന്നൂട്ടുകാരനാണെങ്കിൽ അഭിമാനിക്കുന്ന, അച്ഛൻ തെങ്ങേറ്റക്കാരൻ ചെത്തുകാരനാണെങ്കിൽ അഭിമാനിക്കുന്ന. ചെത്ത് മോശമാകുന്ന എവിടെയാ? ഒരു കർമ്മമാണത്. ചെത്ത് കൗള പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ദ്രവ്യമാണ്, മലബാര പൂജയ്ക്കുള്ള ദ്രവ്യമാണ്. യാഗത്തിന് സോമം ഇടിച്ചു പിഴിയുന്ന അദ്വൈതി യജുർവേദി, അയാൾക്ക് ആ കർമ്മം മോശമാകുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ചെത്ത് മോശമാവും? ചെത്ത് മോശമാകുന്നത് ഈ കള്ളു കുടിച്ച് തോന്നിയസം കാട്ടി നടക്കുമ്പോഴാണ്. അപ്പൊ ചെത്തലല്ലോ മോശം, കുടിച്ചതല്ലേ മോശം. പിന്നെ ചെത്തിനെന്തിനാ മോശം? അപ്പൊ ചെത്തുകാരന്റെ കത്തി 4 ആക്കിയിട്ട് ക്ഷൗരം ചെയ്യാൻ പോകാൻ പറയണോ? ചെത്തുകാരന്റെ കത്തിക്കല്ല മോശം, അത് കർമ്മനിന്ദയാണ്. ചെത്തുകാരന്റെ കത്തി 4 ആക്കാൻ പറഞ്ഞത് കർമ്മനിന്ദയാണ്. അതുകൊണ്ട് ക്ഷൗരം ചെയ്ത് പണിയെടുക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ആ ചെത്ത് തൊഴിലാക്കിയവരുടെ പണി എന്തായിരിക്കും? ക്ഷൗരം, ബാർബർ ജോലിയാണ് അവർ ചെയ്യുക. അത് ചെയ്തിരുന്നത് സാമുദായികമായിട്ട് അമ്പട്ടൻ എന്ന് വിളിക്കുന്ന വിളക്കത്ര ആളുകളാണ് ചെയ്തിരുന്നത്. എല്ലാവർക്കും ചെയ്യാട്ടോ, അങ്ങനെ തന്നെ ചെയ്ത് പോകണമെന്നല്ല ഇതിന്റെ അർത്ഥം. അപ്പൊ അതേ പണിയെടുത്ത് നിന്ന് വിളക്കത്ര നായന്മാരുടെയൊക്കെ അവസ്ഥ എന്താ? എന്നാൽ ചെത്ത് കത്തി 4 ആക്കാതെ ഗുരുവിനെ മുൻനിർത്തി ചെത്തിന് പകരം ബിസ്ലേരി എന്താ അതുണ്ടാക്കി നന്നായി വാറ്റി വിറ്റപ്പോൾ സമ്പത്ത് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. ആ
സമ്പത്തിന്റെ ഒരു വിഹിതം വാങ്ങിയിട്ടില്ല എന്നുള്ളത് ഇവിടെ പൂണൂല് തിരയുന്ന സന്യാസിമാർക്ക് പറയാൻ പറ്റുമോ? ആ സമ്പത്തിന്റെ ഒരു വിഹിതം ഞങ്ങൾ വാങ്ങിയിട്ടില്ല, അതുകൊണ്ടല്ല ഞങ്ങൾ പറഞ്ഞത്. പിന്നെ എന്ത് ഗുരുഭക്തി? നമ്മളിതൊക്കെ പറയുമ്പോൾ നാരായണ ഗുരുവിന്റെ ദർശനത്തെ ആദരിച്ചുകൊണ്ടാ പറയുന്നേ. പിന്നെ എന്ത് ഗുരുഭക്തി? ഈ മഞ്ഞ എടുക്കുന്നതാണോ ഗുരുഭക്തി? അപ്പൊ അവിടെയാണ് നമ്മൾ ഇത്രയും പറഞ്ഞ ഈ പൂണൂല് നോക്കാനാന്ന് പറയുമ്പോഴാണ്, പൂണൂല് നോക്കാനാണെങ്കിൽ ആദ്യം ശ്രീമദ് സച്ചിദാനന്ദ സ്വാമിയൊക്കെ ചെയ്യേണ്ടത് ഈഴവരുടെ പൂണൂൽവൽക്കരണം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഈഴവരുടെ പൂണൂൽവൽക്കരണം. SNDPയുടെ ക്ഷേത്രത്തിൽ പൂണൂൽ ഇട്ടുകൊണ്ട് പൂജിക്കാൻ പാടില്ല. ഈ രാകേഷ് തന്ത്രി ഉൾപ്പെടുന്ന ആളുകളുടെ പൂണൂൽ ബഹിഷ്കരിച്ചൊന്ന് മാതൃക കാണിക്കണ്ടേ? പറവൂർ ശ്രീധരൻ തന്ത്രി കേമനല്ലേ, അദ്ദേഹത്തിന് പൂണൂൽ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ സ്വന്തം സമൂഹത്തിലെ പൂണൂലിനോട് വിട പറഞ്ഞിട്ട് വേണ്ടേ ഈ സാമ്പ്രദായിക പാരമ്പര്യം പിൻപറ്റുന്ന വൈദിക ബ്രാഹ്മണരുടെ നെഞ്ചിലേക്ക് നിരന്തരം ചവിട്ടുന്നത്? നിരന്തരം ചവിട്ടി, അല്ലെങ്കിൽ അതിന്റെ ആവശ്യം എന്ത്? ഷർട്ട് ഇട്ടിട്ട് കയറാമെന്ന് പറയാൻ എന്തിനാണ് ജാതി ബ്രാഹ്മണരെ ആക്ഷേപിക്കാനുള്ള പഴുത് കണ്ടെത്തുന്നത്? അതെങ്ങനെ, അത്തരം ആളുകൾ എങ്ങനെ നമുക്ക് ഒരു സന്യാസി എന്ന് പറയാൻ പറ്റും? ഈ പൂണൂൽ കാണിക്കാൻ ഷർട്ട് ഊരണം, അല്ലെങ്കിൽ ഷർട്ട് ഇടണം, കട്ട് ഇടണം എന്നൊക്കെ പറയുന്ന ആളുകള് കാവി ധരിച്ചിരിക്കുന്നത് എന്തിനാണെന്നാവോ? നമ്മളുടെ സംശയമാണത്. പൂണൂൽ ഒരു അടയാളമാണ്. എന്താ അടയാളം? വൈദിക ധർമ്മനിഷ്ഠയോടുകൂടി ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ആളുകളാണ്. ബ്രഹ്മചര്യം തന്നെ കല്യാണം കഴിക്കില്ല എന്നല്ല, ആ വ്രതദീക്ഷയിൽ പോകുന്ന ആളുകളാണ് എന്നതിന്റെ അടയാളമാണ്. അവരെ സംബന്ധിച്ച്, ഷോഡശ സംസ്കാരത്തെ സംബന്ധിച്ച് അവരുടെ അടയാളമാണ്. എല്ലാവർക്കും വേണമെന്നില്ല. ഷോഡശ സംസ്കാരം പിൻപറ്റുന്നവരെ സംബന്ധിച്ച് എല്ലാ ഹൈന്ദവരും ഷോഡശ സംസ്കാരത്തിന്റെ ആളുകളൊന്നുമല്ല. തന്ത്രപാരമ്പര്യമാണ് ഭൂരിപക്ഷം, വിവിധ സമ്പ്രദായങ്ങളോടുകൂടി. മലവാരം, ചാത്തനും മാടനും മറന്നയൊക്കെ തന്ത്രമാണ്. ശൈവനും വൈഷ്ണവനൊക്കെ വേറെ തന്നെയുണ്ട്, ശാക്തേയനൊക്കെ അതിൽ തന്നെ വിവിധ പദ്ധതികൾ. പുലപ്പാടത്തെ പുലയൻ, വള്ളുവൻ തന്ത്രപാരമ്പര്യമാണ് കാളി സമ്പ്രദായത്തിൽ. എന്നാൽ അപ്പുറത്തിരിക്കുന്ന അടിക കാശ്മീരി വിധാനത്തിൽ അദ്ദേഹം ഫോളോ ചെയ്തു പോകുന്ന അത് സമ്പ്രദായമാണ്, അവരുടെ രീതിയുണ്ട്. അവർക്ക് താന്ത്രികന്മാരത്തിന് ഉപനയന സംസ്കാരം ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഷോഡ സംസ്കാരത്തിന്റെ ഭാഗമല്ല, ദീക്ഷയുടെ ഭാഗമായിട്ട് അടയാളമായിട്ട് കൊടുക്കുന്ന രീതിയുണ്ട്. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അർച്ചകന്മാരായി വരുന്ന അവിടുത്തെ പള്ളനും പറയനും ഒക്കെ പൂണൂല് കാണാൻ പറ്റും. ആ നേരത്തെ ചെയ്യുള്ളൂ. അവർ മക്കൾക്കൊന്നും ഉണ്ടാവില്ല. പൂജയ്ക്ക് കയറുമ്പോൾ ഓട്ടോക്കാരന് കാക്കി ഡ്രസ്സ് പറഞ്ഞ പോലെ കൊടുക്കുന്ന രീതിയുണ്ട്. ഇതൊന്നും അറിയാണ്ടെയാണോ സ്വാമിജി സംസാരിക്കുന്നത്? കഷ്ടം കഷ്ടം. ഇത്ര വിഷമമുണ്ടെന്ന് അറിയോ? അങ്ങനെയപ്പോൾ ആളുകളൊക്കെ ഇത് പറഞ്ഞു വെച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും വീണ്ടും വിദ്വേഷം പറഞ്ഞു. വിഷയം ഉണ്ടായാൽ പറയണം, വിഷയമില്ലാത്തപ്പോൾ വിഷയം പറയരുത്. അപ്പൊ നമ്മളും പറയുന്ന ആൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞേക്കാൾ മനസ്സിലാക്കണം. ഈ ചണ്ടാളബാബ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ, ചണ്ടാളബാബ വിഷയം വരുമ്പോഴാണ് സംസാരിക്കാറ്. ഇങ്ങടെ ഒരു ബ്രാഹ്മണൻ അടിച്ചാൽ നമ്മൾ പറയും, ഇങ്ങോട്ട് അടിച്ചാൽ പറയും. അല്ലാതെ വെറുതെ ഇരിക്കുന്ന ബ്രാഹ്മണന്റെ വായിൽ കൈ കൊണ്ടിട്ടുകൊണ്ട് നമ്മൾ പറയും. എന്തിന് മഹാപാപം? നീ പുലയൻ ചെയ്താലും നമ്മൾ പറയും, മാപ്പിള ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും ആര് ചെയ്താലും പറയും. അത് സമൂഹത്തിൽ ദോഷമുണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. കാരണം ഒരു ഓർമ്മയിരിക്കട്ടെ, ഇത് മറന്നുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചു പോകുന്നത് എന്നൊരു ഓർമ്മയിരിക്കട്ടെ എന്നത് പറയാൻ വേണ്ടി പറയുന്ന ഓർമ്മയുണ്ടാകണം. നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അറിയുക. നമ്മളെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നത് ഒന്നുമില്ല. ചില ആളുകളുടെ പണ്ട് ജാതിയില്ല, വർണ്ണപ്രശ്നം ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല, ഹിന്ദുക്കളൊക്കെ പണ്ടേ ചക്കരപ്പായസാണെന്നൊക്കെ പറഞ്ഞ് പണ്ടേക്ക് ഞങ്ങളെയൊക്കെ മേത്ത് പൂണൂലുണ്ടായിരുന്നു, ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്കൊക്കെ എന്തൊക്കെ തോന്നി ഊരിക്കളച്ചതാണെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ. അത്തരത്തില് കള്ളക്കഥ പറഞ്ഞാൽ അല്ല പരശുരാമന്റെ കേരളം ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. കാരണം അതൊക്കെ ചരിത്രവിരോധമാണ്, ധർമ്മവിരോധമാണ്, തെറ്റായ സന്ദേശം. അപ്പൊ പറയും. അല്ലാണ്ട് എന്തിനാവശ്യം ഷർട്ടിന്റെ വിഷയം പറയണമെന്നാ പൂണൂല് പറയുന്നേ? വെള്ളാപ്പള്ളി പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ രീതി എന്തായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് അറിയില്ല. അദ്ദേഹം സംഘടനാപരമായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു അബ്കാരി മാത്രമാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയാണ്. അബ്കാരി എന്നാൽ മോശമല്ല, അദ്ദേഹത്തെ കർമ്മത്തെ ആദരിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അബ്കാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അതിന് കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ. അതിനെല്ലാ ആദരവും നമ്മൾ തരുന്നത്, അതിന് നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ സ്വാമിജി അങ്ങനെയല്ലോ. കാലി ധരിച്ചുകൊണ്ട് പൂണൂലിനെ കുറ്റം പറയുമ്പോൾ പിന്നെ അതുപോലെ ഈഴവർ തന്നെ പൂണൂലിട്ട് നടക്കുമ്പോൾ, ഷോഡ സംസ്കാരം ചെയ്തുകൊണ്ട് പോകുമ്പോൾ, കല്യാണം പോലും രാജഹോമം പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നിട്ടാ പറയുന്നത് ഇതിനെയൊക്കെ നിഷേധിക്കും. അപ്പൊ സ്വന്തം ക്ഷേത്രങ്ങളിൽ ആദ്യം പൂണൂല് ബഹിഷ്കരിച്ചുകൊണ്ട് സ്വന്തം ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഉപയോഗിച്ചു. ശാന്തിക്കാർക്ക് പോലും ഷർട്ട് കൊടുക്കാലോ. ഇതിലെ ഭക്തരുടെ കാര്യം നോക്കുന്നേ, ശാന്തിക്കാരുടെ 6 പാക്ക് കാണാൻ വേണ്ടിയിട്ടാണോ ഈഴവ ഭക്തർ ഈഴവ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്? അല്ലല്ലോ. അപ്പൊ അവിടെ സൈലന്റ് ആയിട്ട് നടത്താൻ പറ്റില്ല ഈ കാര്യങ്ങൾ.
അപ്പം അത് മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് ഈ പാവക്കുളത്തൊക്കെ പറഞ്ഞാൽ മാതൃകയായിക്കൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞുകൂടെ എങ്ങനെയുണ്ട്, അതുപോലെ നമുക്ക് സ്വീകരിച്ചുകൂടെ എന്ന് ചർച്ച വരില്ലേ? അതല്ല സ്വാമിജിക്ക് സ്വാധീനമുള്ള രീതിയിൽ ആചാര്യന്മാരെ ശിവഗിരി മഠത്തിലേക്ക് ഹിന്ദു ആചാര്യന്മാരെ വിളിച്ചാൽ യോഗക്ഷേമ സഭയുടെ ആചാര്യന്മാർ പങ്കെടുക്കല്ലോ, തന്ത്രിമണ്ഡലത്തിലെയും തന്ത്രി സമാജത്തിലെയും വ്യത്യസ്തമായിരിക്കുന്ന പുലവറയാദികളുടെയൊക്കെ ഈഴവരുടെ നായരുടെയൊക്കെ പ്രതിനിധികളായിരിക്കുന്ന തന്ത്രിമാർ പങ്കെടുത്ത ആചാര്യ സഭ വിളിച്ചുകൊണ്ട് ശിവഗിരി മഠത്തിന് ഇത് സംസാരിക്കാമായിരുന്നല്ലോ. എന്തിന് വിവാദപരമായിട്ട് ഇതൊരു മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഒരു ആശയത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ പറഞ്ഞുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് മോശം എന്നല്ല പറയുന്നത്, അതും സ്വീകാര്യമാണ്, നമുക്ക് ആദരണീയമാണ്. പല ചരിത്രപരമായുള്ള മുഹൂർത്തങ്ങൾ അവരിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇന്ന് പല മാറ്റങ്ങൾക്കും കാര്യമായി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് ഇന്നലകളിൽ, ഇന്നലകളിൽ. അപ്പൊ അത്തരം ആശയക്ക് നവോത്ഥാനപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യാനാകും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഹിജാബ് വിഷയം വന്നപ്പോൾ ഇതേ പറയുന്ന മുഖ്യമന്ത്രിയും ആളുകളും പറഞ്ഞത് അതിന് കൈയെടുത്താൻ പാടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ മുഖം മൂടിയാൽ പോലും അവർക്ക് വിരോധമില്ല. ഐഡന്റിറ്റിയുടെ ഭാഗമാണ് ഈ മുഖം കാണിക്കുക. അത് പറഞ്ഞറിയാം, അത് പറയാൻ പാടില്ല. അത്തരത്തിലുള്ള ചെറിയ പോരായ്മകൾ ഉണ്ട്. ഹിജാബ് ഇടാതിരിക്കുക ചെയ്യട്ടോ, നമ്മൾ അതല്ല പറയുന്നത്. കാരണം ഇരട്ടത്താപ്പാണ് സർക്കാരിന്റെ, അതൊരു തെറ്റായ കാര്യമാണ്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല എന്നല്ല. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം പറഞ്ഞ വിവാദം ഉണ്ടാക്കി. അപ്പൊ ഒന്ന് പറയാനുള്ളത്, പൊന്നു മക്കളെ, പൂണോല് കാണാൻ വേണ്ടിയിട്ടൊന്നല്ല ഈ ഷർട്ടിന്റെ വിഷയം. ഇനിയിപ്പോ ഷർട്ട് ഇട്ട് കയറാന്ന് പറഞ്ഞു. എന്തിനാ ഷർട്ട് ഇട്ട് അമ്പലത്തിൽ കയറാൻ പോണത്? അത് എന്നാലേ കുറെ ആൾക്കാർ കയറുള്ളൂ. കുറെ ആൾക്കാർ കയറാനാണെങ്കിൽ പണ്ട് ഈ മൈഡിയർ കുട്ടിച്ചാത്തുന്നുണ്ട് സിനിമ വരെയുണ്ടായി. അതില് ഈ ഈ പുതിയ അതിന്റെ വിഷമം ജഗദീഷ് അതില് എന്താ പറയാ ഈ ഒരു ക്യാബറ നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ കാണാൻ കുറെ ആൾക്കാർ ഇടിച്ചു കയറി പോകുന്നു, എന്നിട്ട് ആൾക്കാർ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയാണ്, കുറെ ആളുകൾക്ക് കാണാനും കയറാനാണ് ഈ ചങ്ങാതിമാരെ നിങ്ങൾക്ക് ക്യാബറ നടത്തിയ പോലെ. ക്ഷേത്രം എന്ന് പറയുമ്പോൾ ക്ഷേത്ര വിശ്വാസികൾക്കുള്ളതാണ്. പള്ളി എന്ന് പറയുമ്പോൾ പള്ളിയുടെ വിശ്വാസികൾക്ക്. അവൻ ഓരോ ആരാധനാലയവും ഓരോ വിശ്വാസിക്കാം. ഇനി പാർട്ടി ഓഫീസുകൾ നോക്കാം. എല്ലാ പാർട്ടി ഓഫീസിലും എല്ലാവർക്കും കയറാൻ പറ്റും. കയറിയാൽ തന്നെ എന്താ അവിടുത്തെ വിഷയം? ഒരച്ചടക്ക നടപടിയുണ്ട് എല്ലാവർക്കും. അപ്പൊ ഷർട്ട് ഊരിയാൽ അമ്പലത്തിൽ കയറാൻ പറ്റും, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ട് കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറാൻ പറ്റില്ലെങ്കിൽ പോവാതിരുന്നാൽ പോരെ. അതുകൊണ്ടാ വെച്ചാൽ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? അവിടുത്തെ ആചാര്യ മര്യാദകളോടുകൂടി അവിടെ ദർശനം നടത്തി അവിടുത്തെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല ആചാരം മാറ്റിയാൽ എന്താ? ആചാരം മാറ്റി മാറ്റി നിങ്ങൾ എങ്ങടാ പോവാ? നമുക്കറിയാൻ വേണ്ട. ആചാരം മാറ്റി, ഇപ്പൊ ഷർട്ട് ഇട്ടു, പാൻറ് ഇട്ടു, കോട്ടിട്ടു, സൂട്ടിട്ടു, അതിനൊന്നും വിരോധമില്ല. മുണ്ടൊക്കെ ഉപയോഗിക്കണില്ല, എന്നാ അപ്പൊ മുണ്ടൊക്കെ ഉണ്ടാക്കിയേ. അങ്ങനെ അങ്ങോട്ട് ഉള്ളിൽ കയറിപ്പോയി. അടുത്തത് എന്താ പറയാ, ഈ ചുറ്റമ്പലമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഞ്ചസ്റ്റർ കുറച്ച് വിശാലാക്കാന്ന് പറയും. അവിടെ നീട്ടി, മറ്റേ ലുലുമാളിന്റെ പോലെ അവിടെ നീട്ടി. ശ്രീകോവിൽ അങ്ങോട്ട് പോരാ, കുറച്ചുകൂടി വലുതാക്കാൻ. ഗർഭഗൃഹം എന്നുള്ളത് മാറിയിട്ട് എന്ത് ഗൃഹം എന്നാ പറയാ നമുക്കറിയില്ല, അങ്ങനെ ആക്കി. എന്നിട്ട് എല്ലാവരും കയറാന്ന് കരുതി. കേരളത്തിലെ താന്ത്രികതാന്ത്രിക വ്യത്യാസമുണ്ട്, എല്ലായിടത്തും കയറുന്നതും ഉണ്ട്. എല്ലാ കേരളീയ ക്ഷേത്രങ്ങളും അങ്ങനെ ആണെന്നോ അങ്ങനെ ആവണമെന്നോ അഭിപ്രായം നമുക്കില്ല. പുരാവസ്തു സംരക്ഷിക്കുന്ന പോലെ ചിലതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നാ പറയുന്നത്. ചിലതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട മോശമായിരിക്കും ചിലപ്പോൾ, എന്നാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഹിസ്റ്റോറിക്കലായിട്ട് ഇതൊക്കെ ഇത് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഇതിൽ. ഇനി ഒന്നുമില്ലെങ്കിൽ പിന്നെ പോകണ്ട ചൊളിങ്ങളെ. അപ്പോൾ ഈ പറയുന്ന രീതി മാറ്റി മാറ്റി കൊണ്ടുപോയിട്ട് ലാസ്റ്റ് പറയും എന്തിനാ വിഗ്രഹമൊക്കെ? സർവം കല്ലിതം ബ്രഹ്മാന്ന് ഈശാവാസ്യം ഇതം സർവം എന്നൊക്കെ അല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ രൂപം എന്നൊക്കെ പാട്ടുണ്ടല്ലോ, രൂപമൊന്നും ഇല്ലല്ലോ ഇതിനൊന്നും. പിന്നെ ഇപ്പൊ ഇതൊക്കെ എന്തിനാ? അപ്പൊ അങ്ങനെ രൂപമൊന്നും വേണ്ട വെച്ച് ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ കയ്യും പിടിച്ച് ഈ എന്താ പറയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോശമൊന്നല്ല കേട്ടോ. നമ്മളീ പറഞ്ഞത് മോശമായിട്ടല്ല. ഇസ്ലാമിക ആദർശം, ഇസ്ലാമിക പ്രാർത്ഥന ഒക്കെ അവർക്ക് ആ ശ്രേഷ്ഠമായ കാര്യമാണ്. അത് അശ്രേഷ്ഠ എന്നുള്ള വാദം നമുക്കില്ല. പക്ഷെ മറിച്ച് അങ്ങനെ അങ്ങോട്ട് പോയാൽ മതിയോ? അല്ല അപ്പൊ ആണെങ്കിൽ പിന്നെ അതിനെന്നാ പോരെ? സർവമത സമ്മേളനമൊക്കെ നടത്തുമ്പോ അങ്ങനെ എന്നാ പോരെ? അപ്പൊ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ മാറ്റം പിന്നീട് വിനയായി മാറരുത്. ഇത് പറയാൻ കാരണം കൊടുങ്ങല്ലൂരിലെ പൂർവിക ആചാരങ്ങൾ, ശാക്തേയ ആചാരങ്ങൾ നിർത്തിയതാരാ? ഇതുപോലെ സന്യാസിമാര് കൂടിയിട്ടാ. ഒരു സന്യാസി അവിടെ സമരം കിടന്നിട്ടാ. ഫലം ഉണ്ടായതെന്താ? മാംസം കഴിക്കുന്ന ഹിന്ദു സമൂഹത്തിലെ ഒട്ടുവനവധി ആളുകള് എവിടുന്നേക്ക് കയറ്റി വരുന്ന ചത്ത് ചീഞ്ഞ് നാറുന്ന മാംസം പോലും കഴിക്കേണ്ട വിധിയിലാ പോകുന്നു. മറ്റുള്ളവരെ ചെയ്യില്ല.
അവരറിയാത്ത ഭക്ഷണം അവർ ഹലാലൊക്കെ എഴുതി വെക്കും. അതിനെയും കുറ്റം പറയാൻ നടക്കുക. നമ്മൾ ഹലാലെന്ന് എഴുതി അത് പൊളിച്ചു കളയണം, അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞു നടക്കുക. അസൂയ എന്നല്ലാണ്ട് അതിനൊന്നും പറയാനില്ല. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയുകയാണ് നമ്മൾ നേരാമണ്ണം വേദഹിംസ അഹിംസയാണ്. വേദധർമ്മം അനുസരിച്ച് ഭക്ഷണം കഴിക്കാൻ പറയുന്ന സമൂഹം അത് ചില പമ്പര വിഡ്ഢികളുടെ ഇടുങ്ങിയ കാഴ്ചപ്പാട് കൊണ്ട് മാറ്റിയിട്ട് പിന്നെ ചത്തതും ചീഞ്ഞതും നാർന്നതും പുഴുത്തതും വിഷാംശമുള്ളതും കഴിക്കുമ്പോൾ മറ്റെന്നെ കുറ്റം പറയുക. ഇതിന് കാരണം എന്താ? ശാക്തേയത്തിന്റെ ആചാരം വൈഷ്ണവീകരിക്കാൻ ശ്രമിച്ചു. ഫലമോ ഉണ്ടായത് ഇങ്ങനെയാ. അങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി കൊണ്ടുവരുമ്പോൾ ആദ്യം അറിയുക, സനാതന സംസ്കൃതി ഹൈന്ദവ സംസ്കൃതിയിലെ ആചാരങ്ങൾ വ്യത്യസ്തമാണ്. ഒന്ന് പറ്റില്ലെങ്കിൽ അടുത്തടുത്ത് പോവാം. അപ്പോൾ ഷർട്ട് ഇടാണെങ്കിൽ ഇപ്പം എന്താ ചെയ്യാം? കാവ് സമ്പ്രദായമുള്ളിടത്ത് ഷർട്ട് ഇടാം. ശബരിമല കണ്ടില്ലേ? എല്ലാ ക്ഷേത്രങ്ങളും ഷർട്ട് ഇടാൻ പറ്റാത്ത കേടില്ല. ഷർട്ട് ഇടാമെന്ന് പുതിയ ക്ഷേത്രങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ശിവഗിരി മഠം പോലുള്ളവർ അങ്ങനെ ആശയം കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അപ്പോസ്തലൻ ഹിന്ദു സംസ്കൃതിക്കില്ല. എല്ലായിടത്തും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആവണമെങ്കിൽ നിങ്ങൾ ഭക്തർക്കാകാം. അതുകൊണ്ട് ആളെ കയറ്റാനാണെങ്കിൽ ഇനി അവിടെ ക്ഷേത്രകലകളൊക്കെ മാറ്റിയിട്ട് ക്യാമറ നടത്തിയാൽ മതി. അകത്ത് ശ്രീലകമൊക്കെ ചെറിയ ക്യാമറയ്ക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അതാണ് നല്ലത്. കാരണം ആള് കൂടുന്നത് എന്തിനാ? വരുമാനം ഉണ്ടാകാൻ. അപ്പൊ സത്യത്തിൽ ലക്ഷ്യം എന്താ? കാശുണ്ടാക്കാൻ ഒരു ഐഡിയ വേണം. കാശൊക്കെ വേണോട്ടോ എല്ലാവർക്കും. പക്ഷെ മറിച്ച് അതിലേക്ക് പരിമിതപ്പെടരുത്. ഇപ്പൊ പൂണൂല് കാണിക്കാനല്ല ക്ഷേത്രത്തിൽ. അപ്പൊ ഷർട്ട് അഴിച്ചൊരു കാര്യം വേണ്ടേ? ക്ഷേത്രം പ്രാകാരങ്ങളോട് കൂടിയതാണ്. മഹാക്ഷേത്രങ്ങൾ സപ്തപ്രാകാരവും പഞ്ചപ്രാകാരവും ഒക്കെ ആയിട്ട് പ്രാകാര വിധാനം, മഹാമര്യാദ തൊട്ടിട്ട് ശ്രീലകം താഴികക്കുടം വരെ നീണ്ടു നിൽക്കുന്ന പ്രാകാര വിന്യാസം ഒരു സാധക ശരീരത്തെ കാണിക്കുന്നതാണ്. ആ സാധക ശരീരത്തിൽ ഏറ്റവും പുറത്ത ആവരണം ചുറ്റമ്പലല്ല പറയുന്നേ. മര്യാദയൊക്കെ വരുന്ന സമയത്ത് അത് വസ്ത്രം തന്നെയാണ്. ബാഹ്യാവരണമാണ്. ബാഹ്യാവരണം നമ്മെ സംബന്ധിച്ചിട്ട് ഞാനെന്ന ബോധമാണ്. നമ്മള് നഗ്നത മറയ്ക്കുന്നത് എന്തുകൊണ്ടാ? എന്താ മറയ്ക്കാനുള്ളത്? ആരെങ്കിലും പറയും നീ മറയ്ക്കാതിരുന്നു എന്ന് പറയാം. നമുക്ക് വിഷയമല്ല. നമ്മളെല്ലാവരോടും ചോദിക്കുക എന്താ മറയ്ക്കാതെ? നമ്മളിന്ന് വ്യത്യസ്തം എന്താ അയാൾക്കുള്ളത്? ആണിനും പെണ്ണിനും ഒക്കെ ഏകദേശമൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കില്ലേ നഗ്നമായ ശരീരം? പക്ഷെ നമ്മൾ അങ്ങനെയാണ് ശീലിച്ചു വന്നേ, ഗുപ്തമായിരിക്കുന്ന ഭാഗങ്ങൾ മറച്ചുകൊണ്ട്. അപ്പൊ നമ്മൾ മറയ്ക്കുന്നു. ആ മറ എന്താണ്? മറയ്ക്കപ്പെടേണ്ടതാണ്. ആരിൽ നിന്ന്? ഈ പ്രപഞ്ചത്തിൽ നിന്ന് മറയ്ക്കപ്പെടുക. പ്രപഞ്ചവും നമ്മൾ രണ്ടെന്ന ദ്വൈതഭാവമുള്ളപ്പോഴാണ് മറ വരുന്നത്. അപ്പൊ മറയില്ലാതെ അദ്വൈത ഭാവത്തിലേക്ക്, എല്ലാം ഒന്ന് തന്നെ എന്ന ഭാവത്തിലേക്ക് നമ്മൾ വരണം. ആ വരണമെങ്കിൽ എന്ത് വേണം? തന്ത്രശാസ്ത്രം എപ്പോഴും സിംബോളിക് ആയിട്ടുള്ള ആചരണമാണ് പറഞ്ഞിരിക്കുന്നത്. സിംബോളിക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സംവിധാനം വെച്ചെന്താണ്? ഞാൻ എന്ന ശരീരബോധം എനിക്കില്ലാതെ വേണം ശ്രീലകമാകുന്ന ആ പരമേശ്വര തത്വത്തിലേക്ക് ലയിക്കാൻ. അപ്പൊ സിംബോളിക്കായിട്ട് എന്ത് ചെയ്യും? ശരീരം അഴിച്ചു മാറ്റാൻ നമുക്ക് പറ്റില്ല. അപ്പൊ മേൽവസ്ത്രം ഒന്ന് അഴിച്ചു മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ തുടരണോ? ഒരു നിർബന്ധമില്ല. ഇതൊക്കെയാണ് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ പിന്നെ ശ്രീലോകം വിഗ്രഹമൊന്നും വേണ്ട. അത്രേ ഉള്ളൂ. പെണ്ണുങ്ങൾ ബ്ലൗസ് ഇടുന്നുണ്ടല്ലോ, ഒട്ടോട്ടെ. ആണുങ്ങൾ മേൽവസ്ത്രം വേണ്ട എന്നും പെണ്ണുങ്ങൾക്ക് ആകാമെന്നൊക്കെ പറഞ്ഞ പ്രമാണങ്ങളെ കൂടെ കിടക്കണ്ട. അതൊക്കെ വിട്ടോളൂ. ഇതൊന്നും മാറ്റിമറിക്ക് നമ്മൾ എതിരല്ല. നമ്മൾ വിവാദം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചില ആത്മീയ അടിത്തറകൾ അവിടെ ഉണ്ട്. അല്ലാണ്ട് ഈ പൂണൂല് കാണാനൊന്നല്ല. കാരണം പൂണൂല് ഇട്ടിരുന്ന ആളുകളുടേതായിരുന്നു അമ്പലം. അല്ലാത്ത ക്ഷേത്രം ചെയ്ത നാരായണ ഗുരുവിന്റെ അമ്പലത്തിലും ആളുകൾ എങ്ങനെയാണ് കയറിയിരുന്നേ എന്ന് വിചാരം ചെയ്യുക. ഇങ്ങനെ പറയുന്ന നേരത്ത് ഇപ്പൊ ഈ ഷർട്ടൊക്കെ എപ്പോഴല്ലേ വിഷയം? നമ്മൾ ഷർട്ട് ഇട്ടിട്ട് പ്രതിഷ്ഠ നടത്താൻ കയറിയിട്ടുണ്ട്. കാരണം നമുക്ക് ശരീരം ഒരു വിഷയമാകൊണ്ടാണ് കേട്ടോ. അപ്പൊ കമ്മിറ്റിക്കാർക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എന്തിനാ പോയി വിഷമിക്കണേ? കുപ്പായ ഊരിട്ടുകൊണ്ട് ഇപ്പൊ ഇവിടെ എന്താ പോണേ? നമ്മൾ തന്നെയല്ലേ ഷർട്ട് ഇട്ട് കയറി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഭക്തരുടെ കാര്യമല്ലേ പറയുന്നേ? മാസപൂജയ്ക്ക് കയറിയിട്ടുണ്ട്. ഇത് മാത്രമോ? നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ അധികാരത്തിൽ, നമ്മുടെ തന്ത്രമുള്ളിടത്തല്ല, നമ്മുടെ അധികാരത്തിലുള്ള നമ്മൾ ചെയ്തു വരുന്ന, ഇപ്പൊ ഇവിടെയാണെങ്കിലും ശരി മറ്റുള്ളിടത്തായാലും ശരി, ആരാധന നടക്കുന്നിടത്ത് ചെരിപ്പിട്ടിട്ടും വരാം. ചെരിപ്പിന് കഴുകിയ പാദങ്ങൾ പോലെ വൃത്തി ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമുള്ളൂ. വൃത്തി നമ്മൾ അകത്തൊക്കെ ചെരിപ്പിടാറില്ലേ? ഇപ്പൊ കാല് എല്ലാവർക്കും നിലത്ത് ചവിട്ടാൻ പറ്റില്ല, അറിയുന്നവർക്കറിയാം. അപ്പൊ അത് കരുതിക്കണം. അല്ല, കാല് പ്രൊട്ടക്ട് ചെയ്യപ്പെടണം. അപ്പൊ സേഡ് ചെരുപ്പിടാം. ഇത് പറയുമ്പോ എത്ര ആൾക്ക് സ്വീകാര്യാവണ്ടേ? അമ്പലത്തിനുള്ളിൽ ചെരുപ്പോ എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ അമ്പലത്തിനുള്ളിൽ ഷർട്ടോ എന്നും ചിന്തിക്കണം.
പാദങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ചെരുപ്പ്. പാദം നന്നായി ഇരുന്നാലേ നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റില്ല. കാലിൽ മുള്ളു കൊണ്ട് ആവുന്നുണ്ട് ചെളിയല്ലേ ചെയ്യുക. ആ കാലിൽ ഈ ക്ഷേത്രത്തിലൊക്കെ പാകിയ കല്ലോ പൊടിയോ മണലോ കയറുന്ന എങ്ങനെ ഉണ്ടായിരിക്കും? അല്ലെങ്കിൽ ഒരാളുടെ കാലത്തൂരി പോയി കമ്പിരിക്കണ്ടേ കാലിൽ കയറില്ലേ? ഭക്തിയിൽ മൂത്ത് പോകുമ്പോൾ അവിടെ കാലത്തെ വീണിട്ടുണ്ടോ സ്റ്റെട്ട് വീണിട്ടുണ്ടോ നോക്കാൻ പറ്റുമോ? അപ്പോൾ കാലിൽ പാദരക്ഷ, വൃത്തിയുള്ള പാദരക്ഷയും ധരിക്കാം. ഒരു തെറ്റും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന് ഷർട്ട പറയുന്നവരൊന്നും അറിയാം, ഒരു 10 അടി കയറിയിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10 അടി കയറിയിട്ടാ ഇന്ന് നിങ്ങൾക്ക് ഇത് സ്വീകാര്യാവുന്നില്ലല്ലോ. അല്ല, അതും ആയിക്കൂടെ നിങ്ങൾ ഈ പറഞ്ഞ ക്ഷേത്രത്തിൽ. അപ്പൊ ഇനി ശിവഗിരി മഠത്തിന്റെ ക്ഷേത്രത്തിൽ ചെരുപ്പ് കൂടി അനുവദിക്കണം, പ്രത്യേകിച്ച് നമുക്ക് വേണ്ടിയിട്ട്. സച്ചിദാനന്ദ സ്വാമികൾ അങ്ങനെ നമുക്ക് ചണ്ടാള ബാബയ്ക്ക് ശിവഗിരി മഠത്തിലെ ക്ഷേത്രങ്ങളിലും ആശ്രമത്തിലും അകത്തും ചെരുപ്പിടാനുള്ള അനുവാദം നൽകണം. അതല്ലാത്തത് ചെരുപ്പിടാൻ പറ്റില്ല എന്നുള്ളത് പണ്ട് കാലത്ത് ഈഴവാദികൾ ഉൾപ്പെടുന്ന പല സമൂഹങ്ങളും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അവർ താഴ്ന്നവരാണെന്ന് കരുതുന്നവർക്ക് അവരുടെ മുറ്റത്തൂടെ ചെരുപ്പിട്ട് പോകാൻ പാടില്ല എന്നൊരു നിയമം ഇവിടെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ ചെരുപ്പ് ഉപയോഗിപ്പിക്കാത്തത് എന്ന് നമ്മൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അങ്ങനെയും പറയാമല്ലോ സ്വാമിജി, അങ്ങനെയും പറയാമല്ലോ. അപ്പൊ ഈ പറഞ്ഞു വന്നത് നമുക്ക് അധികാരമുള്ളത് നമ്മൾ ഇങ്ങനെയൊക്കെ പറയണു. ചെരുപ്പ് മോശം കരുതുന്നു എങ്കിൽ ഷർട്ട് മോശമായിട്ട് കരുതും. ഈ മോശത്തരമൊക്കെ തന്നെയാണ്. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ശുദ്ധിയും വൃത്തിയും രണ്ടാണെന്ന് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ശുദ്ധി എന്ന ആശയം വേറെയാണ്, വൃത്തി എന്ന ആശയം വേറെയാണ്. വൃത്തി ഉണ്ടായിരിക്കണം. കാല് കഴുകിയിട്ടല്ലേ അകത്ത് കയറുക? കഴുകിയില്ലേലും വൃത്തി വേണ്ടേ? മലത്തിൽ ചവിട്ടിയിട്ട് അകത്ത് കയറിയാൽ നാറില്ലേ? മലം മാത്രമല്ല, ദുർഗന്ധമുള്ള എന്തിൽ ചവിട്ടിയാലും നാറില്ലേ? പിടിച്ചാൽ നാറില്ലേ? ഷർട്ടിട്ടാൽ ഷർട്ടിലായാലും നാറില്ലേ? അതാണ് അതിന്റെ വിഷയം. പിന്നെ ചിലർ പറയുന്നു കേട്ടു, എന്തോ വിയർപ്പ് പരസ്പരം ചേരുമ്പോൾ ശാരീരികമായ സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. ഷർട്ടിൽ വിയർപ്പായാലും നിങ്ങൾ ഈ പറഞ്ഞ ഡിസീസ് ഒക്കെ ഉണ്ടാവുന്നു. കേവലം എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും മാറ്റരുത്. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പോവാന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം ഇന്നിപ്പോ പണ്ടത്തെ പോലെ കുമ്മായി അടിക്കുമെന്നല്ല, കുമ്മായത്തിനൊക്കെ ഒരുപാട് ഗുണം ഉണ്ടായിരുന്നു. ഇന്ന് കണ്ണി കണ്ട പെയിന്റൊക്കെ അമ്പലത്തിൽ അടിച്ച് മിന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സിമെന്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് വിട്ട് കളയുക, അതൊന്നല്ല ഇതിന്റെ വിഷയം. കാലത്തിന്റെ മാറ്റം, ഈ മാറ്റം ഇപ്പൊ സന്യാസി സഭയൊക്കെയാണ് ഈ പറഞ്ഞ ഷർട്ടിന്റെ കാര്യം സംസാരിച്ച്. അപ്പൊ അവര് എന്ത് ചെയ്യണം? ആദ്യം വേണ്ടത്, നമുക്ക് ആര് വസ്ത്രം ഇല്ലാണ്ട് നടന്നാലും കുഴപ്പമില്ല, നമ്മൾ ആ സമ്പ്രദായമൊക്കെ ശീലിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നിരുന്നാലും സന്യാസിമാർക്ക് ഇതിൽ വലിയ ഷർട്ട്, ഭക്തര് ഷർട്ട് ഇടുന്നതിൽ വലിയ വിഷമം കാണുന്നുണ്ടെങ്കിൽ കുറെ തുണി എടുക്കാത്ത സന്യാസിമാരുണ്ടല്ലോ, അവർക്ക് അതിൽ ജട്ടി വാങ്ങിക്കൊടുക്കുക. അതും ചെയ്യാലോ നിങ്ങൾക്ക്. സന്യാസി ചെയ്യേണ്ടതാണ് സന്യാസി ചെയ്യേണ്ടത്. താന്ത്രികന്മാര് ചെയ്യേണ്ടത് താന്ത്രികന്മാരാ ചെയ്യേണ്ടത്. ആ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട്, ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ കാലത്തും ചണ്ടാളബാബാണ് എന്താണ്, അത് ആചാര്യ വിഷയമാണ്, അത് ആചാര വിഷയമാണ്. ആചാര്യന്മാരാ പറയണ്ടേ. സന്യാസിമാർ ആചാരം ഉപേക്ഷിച്ചവരാണ്. ഉണ്ടെങ്കിലോ അവരുടെ ആചാരമേ ഉള്ളൂ, മറ്റു ആചാരങ്ങൾ അവർക്കില്ല. അവരെന്തിനതിൽ അഭിപ്രായം പറയണേ? പെണ്ണ് കെട്ടി കുടുംബം നോക്കുന്നവനല്ലേ കുടുംബത്തെ കുറിച്ച് അറിയുള്ളൂ, അല്ലേ? അല്ല, പേറ്റുനോവ് വരുമെങ്കിൽ ഈ ആർത്തവ സമയത്ത് വയറുവേദന വരും, വയറ് ഇന്നോടത്തെ തടവണ്ടേന്നൊക്കെ ഒരു സന്യാസി പറയാൻ എങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പറയും, വിവാഹം കഴിച്ച് സന്യാസം സ്വീകരിച്ചവനാണെങ്കിൽ പറയാൻ, അല്ലാണ്ട് ഇങ്ങനെ പറയും. ഇല്ല, അത് ഇങ്ങനെ ഇരുന്ന് പറയാ പുസ്തകം വായിച്ചിട്ട്. ഇത് പറഞ്ഞ പോലെ അമ്പലത്തിന്റെ കാര്യങ്ങൾ യഥാവിധി പൂർണ്ണമായി അറിയാത്ത സന്യാസിമാരാണ് കാര്യം. താന്ത്രിക സന്യാസിമാർക്കാകാം, തന്ത്രത്തിൽ സന്യാസ വിന്യാസമുണ്ട്. വേദാന്ത സന്യാസികൾ എങ്ങനെ പറയും? അല്ല, പേരിനൊരു പൂജ പഠിച്ചിട്ടുണ്ട്, പൂജ പഠിച്ചുകൊണ്ട് തന്ത്രം പറയാൻ പറ്റും? തന്ത്രശാസ്ത്രത്തിലൂടെ അറിയേണ്ട ഒരു കാര്യം. പൂജയാണോ തന്ത്രം? തന്ത്രശാസ്ത്രം പൂജയല്ല, അത് വലിയൊരു ഉപാസനാ പദ്ധതിയല്ലേ. ആ മാർഗത്തിലൂടെ വന്നിട്ട് വേണ്ടേ താന്ത്രികമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ? ഇതങ്ങനെയല്ല. ഞാൻ എല്ലാത്തിൻ്റെയും ആളാണ്. ഞാൻ പണ്ട് പൂജ ചെയ്തിട്ടുണ്ട്. എന്ത് പൂജ? ഒന്ന് ആര്യ സമാജത്തിന്റെ ക്ലാസ്സിൽ പോയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ആചാര്യന്മാരെ പൂജാ ക്ലാസ്, അല്ലെങ്കിൽ സന്യാസത്തിന് വേണ്ടി പോയപ്പോൾ ഉപനയനം കഴിഞ്ഞിട്ട് ഒരു പൂജ ചെയ്തു, അവിടുത്തെ ദേവനെ ഒന്ന് പൂജിച്ചു. ഇതാ തന്ത്രം എന്ന് എഴുതിയിട്ട് ആ തന്ത്രശാസ്ത്രം സംസാരിക്കുന്നത്. എന്നിട്ടാണ് ഈ കോഴി വെട്ടാൻ പാടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കള്ള് വെക്കാൻ പാടില്ല, പാൽപ്പായസം പാടില്ല, ശർക്കര പായസം തന്നെ വേണം, കദളിപ്പഴം വേണ്ട, ഉഴുന്നുവടയല്ല തൂക്കേണ്ടത്, അത് നേരെ എന്താ പറയുക വടവൃക്ഷത്തിന്റെ കൂമ്പാണ് വെക്കേണ്ടത്. ഇതൊക്കെ പറയുന്നതാരാ? തന്ത്രവുമായി ഞങ്ങൾക്കൊരു ബന്ധമില്ല. എൻ്റെ അച്ഛൻ രാമൻ നായരാ, പക്ഷെ ഞാൻ പറയുന്നതോ ഞാൻ കൃഷ്ണൻ നമ്പൂരിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. ഇതാ കാര്യം. അപ്പൊ ഇവർക്ക് ആദ്യം വേണ്ടത്, ഹൈന്ദവ സമൂഹം ചെയ്യേണ്ടത്, സന്യാസിമാരുടെ കാര്യം മാത്രം സന്യാസി മിണ്ടിയാൽ മതി എന്ന് പറയണം. അതാദ്യം ചെയ്യും. എന്നാൽ തന്നെ കുറെ മാറ്റം വരും. എന്നാൽ തന്നെ മാറ്റം. തന്ത്രത്തെക്കുറിച്ച് അറിയുന്നവരൊന്നും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ വരില്ല. അവിടെ നടന്നോട്ടെ എന്നേ വയ്ക്കുള്ളൂ. സർവദർശനാണ് നിന്ദാന്ന പ്രമാണം. ഒന്നിനെയും നിന്ദിക്കാൻ പാടില്ല. അവിടെ നടക്കുന്നത് നടന്നോട്ടേന്ന്. അല്ല, മാറ്റേണ്ടത് സതിയെക്കുറിച്ചൊക്കെ പറയാം, മാറ്റണം. അപ്പൊ സതി എങ്ങനെയാ മാറ്റുന്നത്? എടോ, പെണ്ണ് തീച്ചാടിയിട്ട് അതിനെ തിന്നാൻ ആരെങ്കിലും പോകുന്നു. ഇവിടെ ആരെങ്കിലും പെൺ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ടാ?
അല്ലെങ്കിൽ അൽഫാം പോലെ പെണ്ണിനെ അൽഫാം ആക്കുന്നുണ്ടോ? ആരെങ്കിലും കഴിക്കുന്നുണ്ടോ? ഇല്ല. മറ്റു തങ്ങളിലെ കഴിക്കാൻ വിധിക്കപ്പെട്ട മാംസമാണ് ഉപയോഗിക്കുന്നത്, അത് കഴിക്കാം. അതിനൊരു വിധിയുണ്ട്, ഇന്നെ പോലെ ചെയ്യാന്നൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ആളെ കൊണ്ടിട്ട് ഭർത്താവ് മരിച്ചാൽ നീയാണ് ചത്തോ എന്ന് പറഞ്ഞിട്ട് നീ കൊണ്ടിരുന്ന പരിപാടി അത് വൈദിക ധർമ്മത്തിലുള്ളതാ, താന്ത്രിക ധർമ്മത്തിലല്ല. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് അവരാ, നമ്മളല്ല. ഇവിടെയാണ് സന്യാസിമാര് പറയേണ്ടത് പറയും. അപ്പൊ ആദ്യത്തെ പഠനം പൂണൂല് തിരയിലല്ല, സന്യാസിയുടെ മാർഗതല്ല മനസ്സിലാക്കുക. സന്യാസിയുടെ മാർഗം. ഇനി അല്ല നാരായണഗുരുവിന്റെ പരമ്പരയാണെങ്കിൽ നാരായണഗുരുദേവൻ താന്ത്രികനാണോ? തന്ത്രപദ്ധതിയാണോ അദ്ദേഹത്തിന്റെ വിഷയം? അദ്ദേഹം പ്രതിഷ്ഠിച്ചത് വിധിപ്രകാരമുള്ള തന്ത്രം കൊണ്ടാണോ? വിധിപ്രകാരം ഇല്ലെങ്കിലും ദൈവം തന്നെ ആയിട്ട് ഇരുന്നോളും. എന്നാൽ പോലും ഈ സാമ്പ്രദായികമുണ്ടല്ലോ, സാമ്പ്രദായിക താന്ത്രിക വിന്യാസം ഇല്ലാതെ ചെയ്തൊരു കാര്യം പുതിയൊരാശയമാണ്, അല്ലെങ്കിൽ പഴയൊരാശയമാണ്. പഴയത് തന്നെയാണ് കല്ലെടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ. പണ്ടേ കോരൻകുട്ടി ചെയ്തിട്ടുള്ള കാര്യമാണ് നാരായണഗുരുവും ചെയ്തത്. കോരൻകുട്ടി തന്നെ ചെയ്തു. നാരായണഗുരു പ്രത്യേകിച്ചൊരു കല്ല് പുഴയൊന്നും എടുത്തതൊന്നുമല്ല. നാടൻ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പണ്ട് കോരേട്ടം പാടത്ത് കന്നുകൂട്ടി വന്നു കഴിഞ്ഞാലേ ഓൻ്റെ കുടിയിൽ അല്ലെങ്കിൽ മറ്റവൻ്റെ കുടിയിൽ എങ്ങനെയാ പ്രതിഷ്ഠിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഓൻ പണി മാറ്റി വരുന്നു, കുളിയും കഴിഞ്ഞ് വരുമ്പോൾ ഒരു കല്ല് കൊടുത്ത് അവരോട് കുടി വെച്ച് കൊടുക്കും. ഇതാണ് പ്രതിഷ്ഠ. അപ്പൊ നാരായണഗുരു ഉണ്ടാക്കിയെന്നല്ല, പുതിയ കണ്ടുപിടുത്തം സാർ ഐസക് ന്യൂട്ടനൊന്നും ആയിട്ടൊന്നും ചെയ്തോന്നല്ല. പണ്ടത്തെ ഒരു രീതി എടുത്ത് വെച്ചതാ. അപ്പൊ അതിലൊരു പുതുമയില്ല. പക്ഷെ എന്താണ്, അങ്ങനെ പറഞ്ഞ പുതുമണ്ടാവില്ല. അപ്പൊ ഗുരു ചാടി മണിക്കൂറോളം പുഴയിൽ കിടന്നിട്ട് എന്നൊക്കെ പറയുമ്പോ ആ മഹാത്മാവിനെ ഇങ്ങോട്ട് ചെറുതാക്കാൻ വേണ്ടി അയാളെ ഇങ്ങോട്ട് തള്ളി മോശപ്പെടുത്തും. ഇത്രയേ ഉള്ളൂ, മോശപ്പെടുത്തുകയാണ്. എന്തൊക്കെയാ പറഞ്ഞു വിടുന്നേ? ഒരു മനുഷ്യനല്ലേ? അല്ല ആ കാലഘട്ടത്തിലെ മനുഷ്യൻ. ഇവിടെ കാലം മാറിയാലും മനുഷ്യന് ഈ പ്രകൃതിയുടെ മാറ്റങ്ങളേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് കാണിച്ചാൽ പ്രകാശം വരാനൊന്നും പോണില്ല. അങ്ങനെ ഇങ്ങോട്ട് പ്രകാശഗോളം വന്ന് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ രീതിക്ക് ചെയ്യാൻ പറ്റുന്ന ലക്ഷം മറിച്ച് സാമ്പ്രദായമായിട്ടൊരു വിധികളുണ്ട് ഓരോ സമ്പ്രദായത്തിൽ. ഇപ്പൊ ശിവനാണെങ്കിൽ ശിവസൂത്രങ്ങളിലൂടെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ വിധാനത്തിലൂടെയൊക്കെയാണ് ചെയ്തതെങ്കിൽ കുറെ കാര്യമുണ്ട്. അതൊന്നും അല്ലല്ലോ. അപ്പോൾ അവിടുത്തെ ക്ഷേത്രങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താം. ഞാൻ അതേ പാരമ്പര്യപ്പെട്ട സന്യാസിമാരാണെങ്കിലോ അവരതിലൊതുങ്ങിക്കൊണ്ടല്ലേ പറയണ്ടേ? അല്ല മറ്റുള്ള തന്ത്രം പഠിച്ചിട്ടുണ്ട്, എന്നാൽ അതുകൂടി നിങ്ങളുടെ മുഖവിലേക്ക് എടുക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് നമുക്ക് വെക്കാനുള്ളത്. ഇനി മറ്റൊരു കാര്യം, ക്ഷേത്രത്തിലേക്ക് ഷർട്ട് ഇട്ട് കയറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടത്തിലാണ്? ആ കാലഘട്ടത്തിൽ ഷർട്ട് ഉണ്ടാകുമോ? ആ കാലഘട്ടത്തിൽ ഷർട്ട് ഉണ്ടാകില്ല. ഷർട്ട് ഇല്ലാത്ത കാലത്താണ് ഷർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് തന്ത്രസമുച്ചയം 15-ാം നൂറ്റിലെ ജയനാഥിലെ തന്ത്രസമുച്ചയത്തിലെ 10-ാമത്തെ അധ്യായമാണ് ശുദ്ധികളെ കുറിച്ച് പറയുന്നത്. അതിന്റെ മലയാളമായിട്ടുള്ള വിശദീകരണം, അതിൽ പറയാത്ത കാര്യങ്ങൾ അടക്കം ഉൾപ്പെട്ട് പതിതന്മാര് കയറിയ ഈ അശുദ്ധി ഉണ്ട് എന്നൊക്കെ പറയുന്നിടത്ത് അതിനെ പറഞ്ഞു പോകുമ്പോൾ കുഴിക്കാട്ട് പച്ചക്കാരൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. മതിലിക്കകത്ത് ബൗദ്ധന്മാരും വെള്ളക്കാരും പറയർ പുലയർ മണ്ണാർക്കാടർ വേലപ്പാന കണിയാൻ പാളൻ ചേകോൻ അറിയൻ ആശാരി മൂശാരി കൊല ഇങ്ങനെ ഒരുപാട് ജാതി പറയരൊക്കെ കയറി അശുദ്ധി ഉണ്ട് വേണ്ട. അത് പറയാൻ വേണ്ടിയല്ല നമ്മൾ ഈ അവസരം വിനിയോഗിക്കുന്നത്. വെള്ളക്കാര് കയറിയാൽ, വെള്ളക്കാരുടെ പ്രത്യേകം എന്തായിരുന്നു? ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാരൊക്കെ പ്രത്യേകം എന്തായിരുന്നു? അവർക്ക് ഷർട്ടും കോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഷർട്ടും കോട്ടും ആരുടെ അടയാളമായിരുന്നു? വിദേശികളുടെ അടയാളമായിരുന്നു, പാൻറ് ഷർട്ടൊക്കെ. ആ വിദേശികളുടെ വസ്ത്രം ഇവിടെയുള്ളവരും സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ സ്വദേശീയമല്ലാത്ത വിദേശീയമായ അടയാളങ്ങൾ സ്വീകരിച്ചാൽ കൃത്യമായി ശങ്കരാചാര്യ വിദ്യ പഠിക്കാൻ വേണ്ടി പുഴ കടന്നു പോയി കഴിഞ്ഞാൽ, കടൽ കടന്നു പോയി കഴിഞ്ഞാൽ ഭ്രഷ്ട് കൽപ്പിക്കണം എന്നുകൊണ്ട് ഭ്രഷ്ട് കൽപ്പിച്ച നാടാണത് വൈദിക ബ്രാഹ്മണര്. അപ്പൊ ഈ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ മോശക്കാരനായി എന്ന് കരുതുന്ന നാടാണ്. മേലും മുണ്ടിട്ട് കഴിഞ്ഞാൽ മോശമായി നിൽക്കുന്ന നാടായിരുന്നത്. നമ്മൾ ഇന്നിങ്ങനെ വലിയ ആർഷ സംസ്കൃതി എന്നൊക്കെ കൊട്ടിഘോഷിക്കുമ്പോ നമ്മൾ ഈ ഇടക്കാലത്ത് ചെയ്ത പോരായ്മകൾ എന്താ സ്വയം ഒന്ന് വിചാരം ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ കഥ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ വെള്ളക്കര. അപ്പൊ ഈ ഷർട്ട് എന്ന് പറയുന്നത് മ്ലേച്ഛമായൊരു സംസ്കാരമായിട്ട് കണ്ടിരുന്നു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ പശുമാംസം കഴിക്കാത്തവർ അധമബ്രാഹ്മണരായി പരിഗണിച്ചിരുന്നു എന്ന് പറഞ്ഞ പോലെ ഗോമാംസം കഴിച്ചില്ലെങ്കിൽ അധമബ്രാഹ്മണരായിട്ട് നമ്മൾ പറഞ്ഞല്ല, സ്വാമി വിവേകാനന്ദൻ പറയുന്ന ഇത് പറഞ്ഞ പോലെ മേൽവസ്ത്രം ധരിച്ചാൽ അധമമായിട്ടും മ്ലേച്ഛമായിട്ടും കണ്ടിരുന്നു. അങ്ങനെയുള്ള ബാഹ്യ സംസ്കൃതിയെ ഇവിടേക്ക് സ്വീകരിക്കുന്നവർ അകത്തേക്ക് കയറരുത് എന്ന അർത്ഥത്തിൽ എന്നോ എഴുതി കൂട്ടി ഉണ്ടാക്കിയതാണ്. ഇതിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ ആചാരം മാറ്റാൻ പറ്റുമോയ്ക്കുമ്പോൾ ഇതിൽ പറഞ്ഞുണ്ട്, വിളക്കും മാടത്തിനകത്തും നായ, ക്രോട്ടവ്, പന്നിവ പ്രസവിച്ചാലും മണ്ഡപം, പ്രാസാദം ഇത്യാൾക്ക് തീ കത്തിയാലും ഉടനെ 3 ദിവസം നടയടച്ച് നിത്യപൂജ കൂടാതെ 4-ാം ദിവസം പുണ്യാഹം ചെയ്ത് പൂജ തുടങ്ങി ദ്രവ്യകലശാന്തം ശുദ്ധി ചെയ്യണം. അതായത് അശുദ്ധി വായിച്ച നട 4 ദിവസത്തിന് അടച്ചിടണം, ക്ഷേത്രം അടച്ചിടണം എന്നാ.
പക്ഷെ അവിടെ പറയാണ് ഇപ്പോൾ പൂജ കൂടാതെ നട അടച്ചിടുക ആചാരമില്ല. അതായത് പണ്ട് കാലത്ത് നട അടച്ചിട്ടിരുന്നു, പക്ഷെ ഈ പുസ്തകം എഴുതുന്ന കാലഘട്ടത്തിൽ നട അടച്ചിരുന്ന പതിവിപ്പില്ല. അപ്പൊ അത് ആചാരമൊക്കെ എല്ലാ കാലത്തും മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മാറ്റാൻ പറ്റാത്തൊരു സാധനം എന്നല്ല, എല്ലാ കാലത്തും മാറ്റാൻ പറ്റും, മാറ്റാനൊക്കെ പറ്റും. ഷർട്ടല്ല എന്തു ആർക്ക് വേണം കാലത്തിനനുസരിച്ച് മാറ്റാൻ സൗകര്യം തന്നെ. അത് ആളെ കയറ്റാനോ ആളെ കൂട്ടാനോ ആവരുത്, ആളെ കയറ്റാനോ ആളെ കൂട്ടാനോ ആവരുത്. അങ്ങനത്തെ ലക്ഷ്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ക്യാമറ നടത്തിക്കോളൂ. അതല്ല സൗകര്യം കാലം മാറിയാൻ. കാരണം ഈ അമ്പലത്തിൽ കയറുമ്പോൾ കണ്ടില്ലേ, ഷർട്ട് ഇട്ടവൻ കട്ടൂരിട്ട് കയ്യം വിട്ടിട്ടുണ്ടാവും, ഓരോ സൈഡിൽ തൂക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലർ കാണാം ഇങ്ങനെ കുഞ്ചാക്ക ബോബൻ ഡാൻസ് കളിക്കാൻ വേണ്ടി ഷർട്ട് അരിയെ കെട്ടണ പോലെ കൈ രണ്ടും കെട്ടിയിട്ട് ഇങ്ങനെ വെളിച്ചപ്പാടന്മാർ ഈ അയ്യപ്പമളക്കിനെ കൊയ്യാണെങ്കിൽ കറുത്ത തുണി ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടാവും, അതുപോലെ ഒരു കെട്ടോ കെട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ വളരെ എന്താ പറയുക, ഒരു വിഷമമുള്ള കാര്യം കാണുമ്പോൾ. അപ്പം അങ്ങനത്തെ രീതിയിലൊക്കെ അതൊക്കെ മാറ്റാൻ. ആ ഷർട്ടാണ് മേത്ത് കിടന്നോട്ട് എന്താ പ്രശ്നം, അവൻ്റെ ശരീരം കണ്ട ആർക്കാ എന്താ. പിന്നെ അതുപോലെ ചൈതന്യം കണ്ട് നെഞ്ചത്ത് പതിക്കാനാ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ, അതൊക്കെ യുദ്ധ മണ്ടത്തരാണ്. ചൈതന്യം നെഞ്ചത്ത് പതിക്കാന്ന്, നെഞ്ചത്താണ് പതിക്കുക. ഇതൊക്കെ പറഞ്ഞ കേമന്മാർ ഈ ഹിന്ദുവിലെ ആചാര്യന്മാർ തന്നെയാണ് കേട്ടോ. പണ്ഡിതന്മാർ കേമന്മാർ കൊണ്ട് ഒരു സമയത്ത് കൊണ്ടു നടന്ന ആളുകൾ തന്നെ ഇതൊക്കെ വേണ്ടത്. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, നമ്മളൊക്കെ ഒരു കാലത്ത് എല്ലാ കാലത്തും വിമർശിക്കുന്ന ആളാണ്, ഇവിടേക്കാണ് കേട്ടോ. പെണ്ണുങ്ങൾക്ക് ഇവിടെയാണ് വരിക. പ്രത്യേകം പോയിന്റ് ലെവലിൽ അമ്പലത്തിൽ ചെന്ന് ഞാൻ നേരെ 45 ഡിഗ്രിയിൽ നിൽക്കണം, എനർജി ഇങ്ങനെ 45 ഡിഗ്രിയിലാണ് പോകുന്നത്. ഇതൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുക. കിർലക് ഫോട്ടോഗ്രാഫി വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ പരമാവധി തള്ളിമറിച്ചതിന്റെ പ്രശ്നമാണത്. ദൈവികമായ സന്നിധി ആലയങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നിൽ ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടാണെന്നുള്ള അഭിപ്രായം നമുക്കുള്ളത്. നമ്മിൽ ദൈവത്തെ കാണാൻ ആദ്യം ബാഹ്യമായ ഉപാധിയെ ഉപയോഗിക്കുന്നു. എല്ലാവർക്കും ഗുരുവിൽ എത്താൻ കഴിയില്ല, അതുകൊണ്ട് ഉപാധികൾ ഉണ്ടാക്കി വെച്ചതാണ് ക്ഷേത്രം. അതൊരു എൻസൈക്ലോപീഡിയയാണ്. അവിടെ അടയാളങ്ങൾ കൊണ്ടാണ് ഈശ്വരനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വിശേഷണങ്ങൾ കൊണ്ട് അറിയുന്നതുകൊണ്ട് വിഗ്രഹം എന്ന സാധനം വേണോ. ക്ഷേത്രവും അയർത്ത് നിൽക്കുന്ന ബിംബവും ഒക്കെ വിഗ്രഹത്തിലാ വരിക. അവിടെ ന്യാസാദികൾ ചെയ്യുമ്പോൾ സ്വയം ഈശ്വരനായി മാറുന്നു, ഈശ്വരനാണെന്ന ബോധ്യം വരുന്നു. അപ്പൊ മറ്റുള്ളതും ഈശ്വരനാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള വലിയൊരു ഫിലോസഫിക്കലായിട്ടൊരു മൂവ്മെന്റിന് വേണ്ട ക്ഷേത്രം. അല്ലാണ്ട് അവിടെ പോയി 45 ഡിഗ്രിയിൽ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടതല്ല. ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയ നാളെ ഇതൊക്കെ മാറ്റേണ്ടി വരും. തുട വളർന്ന കുട്ടിയെ ഉണ്ടാക്കിയ കഥ പറഞ്ഞത് ആരാ? പമ്പാളത്ത് രാജാവിനെ കളഞ്ഞു കിട്ടിയെന്ന് കഥ പറഞ്ഞത് ആരാ? കളഞ്ഞു കിട്ടിയ കുട്ടിയുടെ കഥയല്ലേ ശബരിമല ഇപ്പോൾ ഇരിക്കുന്നത്. തന്തിയും തള്ളി ഇല്ലാണ്ട് കുട്ടി ഉണ്ടാവുമോ? അപ്പോൾ ആ കുട്ടി വേറെ ആരുടെയല്ലേ? പിന്നെ ഇങ്ങനെ പമ്പളത്ത് രാജാവിന് അധികാരം വരും. അപ്പൊ ഈ ഒരു വിഷയം സംസാരിച്ചാൽ അങ്ങനെ പടർന്നു പോകുന്നതാണ് ഹൈന്ദവ സംസ്കൃതി വിഷയങ്ങൾ. പക്ഷെ എന്താണ്, ചിലരതിനെ കൊണ്ടിട്ട് ബ്രാഹ്മണന്റെ നേത്ത് കിട്ടും, ചിലരതിനു വേണ്ട ബ്രാഹ്മണന്റെ പേര് പറഞ്ഞ് വിദ്വേഷം ഉണ്ടാക്കാനും ശ്രമിക്കും. അപ്പൊ ഷർട്ട് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, അന്നുള്ള നിയമമാണ്. വന്നാൽ അത് മാറ്റം വരുത്താം. വിഗ്രഹങ്ങളിൽ തന്നെ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കല്ല് ശില്പം കൊത്താൻ വേണ്ടി ഇപ്പോഴും പഴയ പോലെ ഉളിയിലാണോ കൊത്തുന്നത്? മിഷനല്ലേ ഉപയോഗിക്കുന്നേ? നെയ്യ് കൊണ്ടുവരുന്നതൊക്കെ പണ്ടത്തെ പോലെ തന്നെയാണോ? പൂജാദ്രവ്യങ്ങൾ പഴയ പോലെയാണോ? ഇതുപോലെ അമ്പലത്തില് ഷർട്ട് ഇടണം മറ്റേ ഇടണം എന്ന് പറഞ്ഞ ആൾക്കാർ എന്താ പറയുക, വിവാഹമല്ല, മരണാനന്തര ചടങ്ങുകളിൽ ഈ ഈറിനോടുകൂടി നിൽക്കുന്ന സമയത്ത് ചിലരുടെ ഷെഡിയൊക്കെ കാണാൻ പറ്റില്ല. ചില കടപ്പുറത്തും ചില പുഴ വക്കത്തൊക്കെ ബലിയിടാൻ പോകുമ്പോൾ അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നീ മരിച്ചത് ഏറ്റി കൊണ്ടുപോയിട്ട് നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ കുപ്പായൊക്കെ ഒരു തോർത്തുണ്ട കൊടുക്കുന്ന രീതി നാട്ടിലുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്യും? പാനും ഷർട്ടും കോട്ട് ക്രൈസ്തവർ കണ്ടിട്ടില്ലേ? ഡെഡ് ബോഡിക്ക് പാനും ഷർട്ടും കോട്ടൊക്കെ ഇട്ട് കൊടുക്കുക. അതൊന്നും തെറ്റല്ല. അങ്ങനെ അല്ലെങ്കിൽ സ്ത്രീകളാകുമ്പോൾ വിവാഹവസ്ത്രമൊക്കെ ഇരിക്കുന്ന രീതിയുണ്ട്. അപ്പം ഇനി മുതൽ നിങ്ങൾ ബലിയിടാൻ പോകുമ്പോൾ പാനും ഷർട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് പോയിട്ട് മുങ്ങിയാൽ മതി. ആരത് വേണ്ട എന്ന് പറഞ്ഞ് അത് ചെയ്യുന്ന ആളുകൾ കാലത്ത് 5 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് 2 മണിക്കൊക്കെ പോയി ബലിയിടുന്ന ആൾക്കാരുണ്ട്. കാക്ക പോലും ഉണർന്നിട്ടുണ്ടാവില്ല. ഷർട്ട് എന്താണ്? അതൊക്കെ അങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. ആരെ തെറ്റാ നിങ്ങൾ പഠിക്കാത്തത്? എന്നിട്ട് നാളെ ഒരു സ്വാമി ഇരുന്ന് പറയാണ് അത് മാറ്റണം എന്ന് പറയുമ്പോൾ അത് വിവാദമാക്കുന്നു. ആരതൊക്കെ ഇങ്ങനെ ആക്കി? ഇതിന് കാരണം നിങ്ങൾ ഓരോരുത്തരും നമ്മൾ പറഞ്ഞ പോലും കണ്ണടച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് യുക്തിയും ബുദ്ധിയും ഉണ്ടല്ലോ, നിങ്ങൾ സ്വയം വിചാരം. അതുകൊണ്ട് എന്താ ഗുണം, എന്താ അപ്പം അതൊക്കെ ചോദിക്കണം. മരിച്ചു കുഴിച്ചിടുന്ന സമയത്ത് ഒരുപാട് ആചാരങ്ങൾ ചെയ്യല്ലോ. ഓരോ സമുദായങ്ങളുടെ ആചാരം വ്യത്യസ്തമാണല്ലോ. ചിലരാണ് കത്തിച്ചാൽ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ എന്ന് പറയുന്ന ആളുകളാണ് പ്രഭാഷകർ മൊത്തത്തിൽ. ഭാവിയിൽ ഇവരെന്നെ പറയും എന്താ കുതിച്ചിട്ടാൽ എന്ന് ഇവർ ചോദിക്കണമെങ്കിൽ കേൾക്കാൻ പറ്റും. കുഴിച്ചിടുന്നത് വലിയ സംഭവമായിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവും. കണ്ടോളുണ്ട് ഇതൊക്കെ. ഇതാണ് ഇവർ തുടങ്ങി വെച്ച കാര്യങ്ങൾ. ഇവര് തന്നെ ഇതിനെ മോശപ്പെടുത്തും. അപ്പൊ അവിടെയാണ് ഇങ്ങനെ നിരന്തരം വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രഭാഷണം നടത്തുന്ന ആരാ? ഈ സന്യാസിമാർ തന്നെയാണ്. കൃത്യമായ ലക്ഷ്യത്തിലാണെങ്കിൽ ഇങ്ങനെ അബദ്ധം പറഞ്ഞു കൊടുക്കില്ല. എന്തിനാ പ്രഭാഷണത്തിന് ആൾക്കാരെ നന്നാക്കാൻ വേണ്ടാണോ? എന്നിട്ട് എന്താ നന്നാവാത്തേ? വയറ്റിപ്പറപ്പിന്റെ പ്രഭാഷണങ്ങളായി മാറുന്നു പലപ്പോഴും. വയറ്റിപ്പറപ്പ് ഭാഗവതം പോലെ തന്നെയാണ്. ഭാഗവതത്തെ കുറ്റമാണ് സന്യാസിമാർ ഒത്തിരിയുണ്ട്.
പ്രഭാഷണങ്ങൾ വയറ്റിപ്പഴപ്പിൻ്റെയാണ്. അവർക്കുള്ളിൽ തോന്നുന്നത് മറ്റുള്ളവരെ സാധു ഭക്തർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ പൂർവികർ പറഞ്ഞു കൊടുത്ത അറിവുകൾ എത്രയോ ഉണ്ട്. പക്ഷെ അതല്ല, അത് തെറ്റാണെന്നാണ് പറഞ്ഞു കൊടുക്കണേ. അവൻ്റെ പൂർവികമായി അവൻ അറിഞ്ഞ അറിവുകളെല്ലാം തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിലാണ് ഈ നാരായണ ഗുരുവിൻ്റെ മാടനന്മാർദ്ദയൊക്കെ വരുന്നത്. അത്രയും കാലം കൊണ്ടുവരുന്ന ദൈവങ്ങളെയൊക്കെ തല്ലിപ്പൊളിച്ചു. എന്നിട്ട് അവനവൻ്റെ ആശയം പറഞ്ഞു കൊടുത്തു. അവനവൻ്റെ ആശയം പറയുന്ന മറ്റേനെ തല്ലിക്കൊല്ലണേ, അത് ചെയ്തു. അതുപോലെ തന്നെ എല്ലാവരും ക്ഷേത്രത്തിൽ കയറ്റാൻ വേണ്ടി 1936 വിളംബരം കൊണ്ടുവന്നു. എന്നിട്ട് എല്ലാവരും അമ്പലത്തിൽ കയറ്റിയില്ലേ എന്ന് പറഞ്ഞു. ഇവിടുത്തെ ഇന്നത്തെ നമ്മൾ തുടങ്ങുമ്പോൾ ചോദിച്ചു, ഇന്നത്തെ ഹിന്ദുക്കളുടെ പ്രശ്നം ഈ അമ്പലങ്കേറിലാണോ മക്കളെ? അമ്പലങ്കേറിലാണോ? അന്ന് തൊട്ട് ഇന്ന് വരെ ഹൈന്ദവരുടെ പ്രശ്നം അമ്പലങ്കേറിലല്ല. അമ്പലം കയറിയിട്ട് എന്തുണ്ടായേ? അമ്പലം ആളുകൾ കയറിയപ്പോൾ എന്തുണ്ടായേ? അവിടുത്തെ പുരോഹിതർക്ക് വയറ്റിപ്പഴപ്പ് കാര്യമായിട്ട് നടക്കുക. അതുവരെ പട്ടിണി കിടന്നവന് ഭക്ഷണം കഴിക്കാനായി, കാറ് വാങ്ങാനായി, അവന് ശബരിമലയിൽ ഇറങ്ങിപ്പോരുന്നത് കോടിക്കണക്കിന് ഉറുപ്പി കിട്ടാനായി. ഭഗവാന്റെ അനുഗ്രഹം കടാക്ഷമൊന്നും ഗുരുവായൂർ ശബരിമലയും ജോലി കിട്ടിയാൽ പറയും. പക്ഷെ കടാക്ഷമല്ല എന്ന് അറിയുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അവിടെ ഇവിടെയും കൊടുക്കേണ്ടത് കൊടുത്തിട്ട് പിന്നെ ഈ പൈസ കണ്ടോണ്ട്, അല്ലെങ്കിൽ പിന്നെ ആ പൈസ അവിടെ ഇട്ട് പോരണം. അപ്പൊ നമ്മളൊക്കെ ഉണ്ട് തന്ത്രം എടുത്ത ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിപ്പോരുമ്പോ അവിടെ നടക്കിലേക്കുന്ന പൈസ വീട്ടുകാരോട് പറയും, ഇതിവിടെ ഇരുന്നോട്ടേ പറയും, ഇത് പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നേന്ന് പറയും. അത് പറഞ്ഞ പോലെ ഇവരാരും പറയാറില്ലല്ലോ. ഇതിവിടെ ഇരുന്നോട്ടെ, നടക്കൽ കിട്ടിയ പൈസ അവിടെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ അത് നേരെ അവിടെ വെക്കണ്ട, ദേവസ്വം പോലെ. ഇത് ഹിന്ദു സമാജത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഇതാ ഞാൻ നീക്കി വെച്ചിരിക്കുന്നു. എന്താ ഒരാൾ ഇതുവരെ ചരിത്രപരമായിട്ട് ആരും പണ്ടില്ലല്ലോ. ഇതൊക്കെ ചെയ്യാലോ, ഹിന്ദുക്കൾക്ക് ഗുണം ചെയ്യാലോ. ഇപ്പൊ കടാക്ഷം വധിച്ചിട്ടൊന്നുമല്ല, അതൊക്കെ ഫോട്ടോ ഇട്ട് പത്രത്തിൽ ഒരു ദിവസം കൊടുത്ത് അവർക്ക് പൊന്നാടിടാനൊക്കെ പോകുന്ന ഒരുപാട് ഹൈന്ദവ സംഘടന നേതാക്കളെയൊക്കെ നമ്മൾ കണ്ടാൽ ആയിക്കോളും. അപ്പൊ അതുകൊണ്ട് ക്ഷേത്രപ്രവേശനം കൊണ്ട് പുരോഹിതന്മാർക്കും കഴകക്കാർക്കും ഒക്കെ ഒരു മാറ്റം ഉണ്ടായി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. പിന്നെ ഓരോ ക്ഷേത്രങ്ങളുടെയും വിധാനങ്ങൾ മാറി. പരമ്പരാഗത ബ്രാഹ്മണ കുലങ്ങളുടേതായിരിക്കുന്ന ആചാര കേന്ദ്രത്തിലേക്ക് എല്ലാവരും അടിച്ചു കയറി. അവര് തിരിച്ച് മറ്റു കുലങ്ങളുടെ ആചാര കേന്ദ്രത്തിലേക്കും ആചാര്യത്വം വഹിച്ചു വന്നു. ഭഗവത്ഗീതാകാരൻ ഈ പറയുന്ന വർണ്ണസങ്കരം സംഭവിക്കില്ലേ എന്ന് ചോദിച്ച പോലെ ഇവിടെ കുലസങ്കരം സംഭവിച്ചൊരു വ്യക്തത ഇല്ലാണ്ടായിട്ട് ഇപ്പോഴും ഇവർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുക. കാവാണ്, അമ്പലമാണ്, ബ്രാഹ്മണനാണ്, ജാതിയാണ്, പൂണൂലാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം മറ്റവന്റെ സമ്പ്രദായത്തെ ആദരിക്കാൻ കഴിയാത്ത, മറ്റവന്റെ ആചാരത്തെ ആദരിക്കാൻ എപ്പോൾ സനാതനി പഠിക്കുന്നു? എല്ലാം വൈദിക ബ്രാഹ്മണ ആചാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. നാരായണ ഗുരു ചെയ്ത തന്നെയാ. നാരായണ ഗുരുവിന് ഈഴവർക്കെന്ത് ആചാരമില്ലാണ്ടാണോ ഗുരു ഈ പറയുന്ന സംവിധാനത്തിലേക്ക് വന്നത്? ബ്രാഹ്മണരുടെ ആചാരത്തിലൂടെ പോയാലേ ആളുകൾക്ക് ഇത് വരുള്ളൂ എന്ന് കരുതി. ഇത് എന്തുണ്ടായേ? എന്ത് മാറ്റം ഉണ്ടായി? നായര് പൂജയ്ക്ക് എന്നപ്പോ വേണ്ട എന്ന് പറഞ്ഞു, ഈഴവം മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്ന് നമ്പൂരിയുടെ കുറ്റം പറയുക. അത് ഈഴവര് സ്വയം ജാതി ഒന്ന് മാറ്റൂ. എത്ര ഈഴവ കല്യാണം പൊലയരെ കഴിച്ച് അടി ഉണ്ടാവുന്ന കഥയുണ്ട്, നന്നായി ജീവിക്കുന്നവരുണ്ട്. അപ്പൊ ഇത്തരം ഒരുപാട് പ്രവർത്തനങ്ങൾ ഈഴവ സമൂഹത്തിന്, ആചാര്യന്മാർക്ക്, ശിവഗിരി മഠക്കാർക്ക് ചെയ്തൂടെ? അത് വിട്ടിട്ട് വേറെ വിഷയം. കാരണം ഇവിടെ ചർച്ച ചെയ്തിട്ട് ഷട്ടിടണമെങ്കിൽ ഇടണ്ടെങ്കിൽ ഇടണ്ടാന്ന് സംസാരിച്ചു കഴിഞ്ഞ വിഷയമാണ്. അത് എന്നോ സംസാരിച്ച് വിട്ട കാര്യമാണ്. പക്ഷെ ഇപ്പോഴാണ് ചർച്ച ചെയ്യുന്നത്. അതിന് നിരന്തര ആൾക്കാരുണ്ട്. ഇതിനോടൊരു പുലബന്ധം പോലും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാണ് ഷട്ടിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഹിജമണിയാണ്, ബ്രാഹ്മണിക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ വരുള്ളൂ, മനുസ്മൃതിയാണെന്നൊക്കെ. ഈ മനുസ്മൃതി മാത്രം കണ്ട ആൾക്കാർ അതുമേക്കാണ് പിടിക്കുക. ഇവിടെ ഹൈന്ദവരുടെ വിഷയമാണെങ്കിൽ ഇതല്ല സംസാരം. ഇനി മറ്റൊരു കാര്യം, ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികള് പോപ്പിനെ കാണാൻ പോയത്, അവിടെ നടന്ന മതസമ്മേളനമൊക്കെ നമ്മൾ വാർത്തയിലൂടെ അറിയാൻ പറ്റി. അത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് ഈ പറയുന്ന ആൾക്ക് ഈ ഷർട്ട് വിവാദം പാണിനും പകരം അവിടെ പറയാൻ വേണ്ടി ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന കേരളത്തിലെങ്കിലും ഒത്തിരി ഈഴവരുണ്ട്, അവരെയൊക്കെ മതം മാറ്റിയത് ക്രൈസ്തവ സമൂഹങ്ങളാണ്, അവരെയൊക്കെ തിരിച്ച് ഇതിലേക്ക് തന്നെ വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം അങ്ങയുടെ വായിൽ നിന്ന് ഉണ്ടാവണമെന്ന് പറയിപ്പിച്ചുകൂടായിരുന്നില്ലേ? അതൊന്നാവാമായിരുന്നില്ലേ? ഈ ഷർട്ട് വിവാദത്തൊക്കെ അല്ലെങ്കിൽ ഇനിയെങ്കിലും ക്രിസ്ത്യാനികൾ ഈഴവാദികളെ മതം മാറ്റരുത്, ഉള്ളത് മതി, പെറ്റ് വരീക്കോളി എന്ന് പറയിപ്പിച്ചുകൂടായിരുന്നില്ലേ? അങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്തിടായിരുന്നില്ലേ? ഈ പുട്ടും പയറും കടലിയും കൊടുക്കുന്ന പരിപാടി നിർത്താൻ വേണ്ടി പറഞ്ഞിടായിരുന്നില്ലേ? അല്ല, അതൊക്കെ പറഞ്ഞാൽ ശരിയല്ല, മറ്റുള്ളവരെ വിവരം അറിയും ഇല്ലേ? ഇവിടെ അതൊന്നും കുഴപ്പമില്ല. ഇവിടെ ആദ്യം ഈ ഈഴവ ബ്രാഹ്മണ തീയ പറയാ കുറവാന്നുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കിയിടുക. ഒരു ഷർട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ, എല്ലാം ഒരു കൗബീരത്തിന് വേണ്ടി എന്ന് പറഞ്ഞ പോലെ ഒരു ഷർട്ടിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമിയുടെ ആശ്രമത്തിലെ ഒരു സന്യാസി വര്യൻ, ഒരു പാണനായിരിക്കുന്ന ഒരു വ്യക്തി സന്യാസി സ്വീകരിച്ച ആളെ ജാതീയമായിട്ട് ആക്ഷേപിച്ചൊരു കേസ് നടക്കുന്നുണ്ട് കോടതിയിൽ.
സത്യാനന്ദ സ്വാമി പോലെ എന്നെ സപ്പോർട്ടാന്നാ പറഞ്ഞു. അങ്ങനെയുള്ള സ്വാമിജിയാണ് ഇപ്പൊ ഈ നമ്പൂരിയുടെ പൂണൂല് അറിയുന്നത്. എൻ്റെ സ്വാമി ആദ്യം കാവ്യമൊക്കെ ഊരി വെച്ച് കോട്ടും സൂട്ടും ഇടുങ്ങളൊക്കെ എല്ലാ ബഹുമാനം കൊണ്ട് തന്നെ കേട്ടോ പ്രേക്ഷകരെ, എല്ലാ ബഹുമാനം കൊണ്ടാണ് ഇവരൊക്കെ ചെയ്യുന്ന ഈ പോരായും വിഷയത്തിലേക്ക് വരാതെ അതിന് വ്യതിചലിച്ചുകൊണ്ട് നിരന്തരം ഭാഗവതം തിരഞ്ഞ് രാമായണം തിരഞ്ഞ് മുസ്ലിമിന്റെ കുറ്റവും പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരെ കുറ്റവും പറഞ്ഞ് അവരൊക്കെ നാടിന് ആപത്താണെന്ന് പരസ്പരം തമ്മിൽ തല്ലിക്കാൻ വേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയാണ്. പട്ടിണി കിടക്കുന്ന ഹിന്ദുക്കളുടെ വിഷയം സംസാരിക്കാൻ ആരുമില്ല. ജോലിയില്ലാത്തവന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും? ഇവർക്കൊക്കെ സമ്പത്തുണ്ടല്ലോ, ട്രസ്റ്റ് കാര്യമായിട്ട് ഫണ്ടിങ് നടക്കുന്നവർക്ക് ചെയ്തുകൂടെ? നമുക്കൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവരോട് പറയുന്നു. അപ്പൊ മൊത്തത്തിൽ ഷർട്ട് ഇടണോന്ന് ചോദിച്ചു കഴിഞ്ഞാലേ അത് തീരുമാനിക്കുന്നത് സച്ചിദാനന്ദ സ്വാമി അല്ല, ഇനിയിപ്പോ ചിദാനന്ദ സ്വാമി അല്ല, ചണ്ടാള ബാബി അല്ല, അമൃതാനന്ദമയി അല്ല, പിണറായി വിജയനോ നരേന്ദ്രമോദി അല്ല അത് നിശ്ചയിക്കണ്ടേ. അത് അതാത് ക്ഷേത്രത്തിന്റെ ഊരാളനും തന്ത്രിയും അവിടുത്തെ ഭക്തജന സമിതി അല്ലെങ്കിൽ ഭക്തജനങ്ങളും കൂടിയിട്ടാണ് ആ ക്ഷേത്രത്തിൽ എന്ത് മാറ്റമാണ് വേണ്ടത് നിശ്ചയിക്കേണ്ടത്. അല്ലാണ്ട് അതിനൊരപ്പനും ഈ ധർമ്മത്തിലില്ല എന്നാണ് നമ്മളുടെ കാഴ്ചപ്പാട്. അല്ല, അപ്പുറത്തെ അമ്പലത്തിൽ പോയി അത് ചെയ്യേന്ന് പറയണമെങ്കിൽ ആദ്യം അവനവന്റെ ചിരി ഒന്ന് നന്നാക്കിയിട്ട് വേണം. നീ ചിരി കഴുകേ എന്ന് പറയണമെങ്കിൽ ആദ്യം അവനവന്റെ ചിരിയാണ് കഴുകുക, എന്നിട്ട് പറയുക. നമ്മൾ പറഞ്ഞു നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മൾ ചെരുപ്പിട്ടോളാൻ വേണ്ടിണ്ട്, വൃത്തിയുള്ള ചെരുപ്പാവണം, ഷർട്ടും വസ്ത്രം എന്ത് വേണം ധരിച്ചോളൂ. ആർത്തവം ഉണ്ടെങ്കിൽ പോലും ശ്രീലകത്ത് കയറിക്കോളൂ നമ്മൾ പറയും. വൃത്തി ഉണ്ടായിരിക്കണം, ടോയ്ലറ്റ് പോയി വന്നാൽ കഴുകിയിട്ട് വരണം എന്ന് പറയും. അങ്ങനെ വൃത്തിയുള്ള ആർക്കും കയറാം. അപ്പൊ ആർത്തവത്തിന് വൃത്തിയുണ്ടോ? ആർത്തവത്തിനും വൃത്തിയിൽ നടക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ അവർക്കകത്ത് കയറാം. പൂല പെറ്റ പുലയുണ്ടെങ്കിലും നമ്മുടെ ക്ഷേത്രത്തിൽ കയറുന്നതിന് വിരോധം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറ്റാവുന്നിടത്തോളം ശുദ്ധാശുദ്ധ ഭേദം മാറ്റി കളഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയാ ഗുരുവായൂർ ഇത് വേണമെന്ന് പറയോ? പറയില്ല. അതാണ് നമ്മെ സംബന്ധിച്ച് വിവേകം. അവിടെ അവിടുത്തെ ചില നിഷ്ഠകളുണ്ട്. അവിടെ ആനി മെഞ്ചാമരുണ്ടെങ്കിൽ നാരായണ ഗുരു പറഞ്ഞു. നാരായണ ഗുരു ആരുടെ ഗുരുവാണ് ആദ്യം? ഇനി കേരളം ചർച്ച ചെയ്യേണ്ടത് അതാണ്. നാരായണ ഗുരു ആരുടെ ഗുരുവാണ്? ലോകത്തുള്ള ഗുരുക്കന്മാരിൽ ഒരു ഗുരു. അല്ലെ ഇപ്പൊ മുഹമ്മദ് നബി പറഞ്ഞതോട് എടുത്തൂടെ? നാരായണ ഗുരുവിന്റെ ആളുകളേക്കാൾ ഫോളോവേഴ്സ് ഉള്ളതല്ലേ മുഹമ്മദ് നബിയുടെ ആളുകൾ? അവര് വിഗ്രഹം തെറ്റാണ് ഷിർക്കാണെന്ന് പറയുന്നത് ഇനി അതങ്ങോട്ട് എടുത്തൂടെ? അത്ര തന്നെയുള്ള ഗുരു, അത്ര തന്നെ ചണ്ടാളബാബിയേ ഉള്ളൂ, എല്ലാവരും ഉള്ളൂ. ഒപ്പം പേര് പറയേണ്ടത് ആരെങ്കിലും പറയുമെങ്കിൽ നമുക്ക് നാരായണ ഗുരു വലുതല്ല എന്ന് വീണ്ടും പറയുന്നു. നമ്മളുടെ ഗുരു നമ്മളുടെ ഗുരുവാണ്. നാരായണ ഗുരു അല്ല, നാടീയ ദർശനവുമല്ല. നാടീയ ദർശനത്തെ നമ്മൾ ആദരിക്കുകയാണ്, സഹോദര ദർശനം പോലെ ആദരിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്ര പ്രവേശനം കൊണ്ട് അത്തരം വിഷയങ്ങളിൽ വിവാദം ഉണ്ടാകുന്ന പ്രധാന കാരണം ക്ഷേത്രങ്ങൾ എല്ലാവർക്കും ഉള്ളതല്ല. അതാത് ക്ഷേത്രത്തിന്റെ നിയമം പാലിക്കണം. ഒരു ICUവിൽ പ്രവേശിക്കണമെങ്കിൽ നിയമമുണ്ട്. ഒരു രോഗി കിടപ്പിലാണെങ്കിൽ അവിടെ പ്രവേശിക്കണമെങ്കിൽ നിയമമുണ്ട്. മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ നിയമമുണ്ട്. പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ നിയമമുണ്ട്. അതുപോലെ തന്നെ രാജ്ഭവനിൽ പോകണമെങ്കിൽ നിയമമുണ്ട്. പ്രവേശനങ്ങൾക്ക് എല്ലായിടത്തും നിയമമുണ്ട്. ആ നിയമങ്ങൾ മാറ്റണമെങ്കിൽ ആ സംവിധാനത്തിലൂടെ മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ക്ഷേത്ര കാര്യങ്ങൾ ആചാര്യനാണ് നിശ്ചയിക്കേണ്ടത്, ആചാര്യന്മാരാണ് നിശ്ചയിക്കേണ്ടത്. പൊതുവായൊരു വിഷയമാണെങ്കിൽ ആ ക്ഷേത്ര സംബന്ധിയായിരിക്കുന്ന ആചാര്യന്മാരും അതുമായി ബന്ധപ്പെട്ടുള്ള മതത്തിന്റെ നേതാക്കന്മാരോ അങ്ങനത്തെ ആളുകളും അതിനെ ഒരു മിഡിലിൽ ഇരിക്കേണ്ട പണിയാണ് അതാത് ഭരണകർത്താക്കൾക്കുള്ളത്. മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ദേവസ്വം മന്ത്രി അടച്ചാൽ ആ ചർച്ചയെ ഒന്ന് നിയന്ത്രിക്കുക എന്നൊരു ഉദ്ദേശമുള്ളൂ. അല്ലാണ്ട് വഴി പോണതൊക്കെ എടുത്തിട്ട് എന്നാലോ പർദ്ദ വിഷയം സംസാരിക്കരുത്, പൊന്ത വിഷയം സംസാരിക്കരുത്, പള്ളിത്തർക്കം വിഷയം സംസാരിക്കരുത്, അതൊക്കെ വലിയ തെറ്റാണ്. എന്നിട്ട് ഈ ഹിന്ദു സംസ്കൃതിയിൽ വൈവിധ്യങ്ങളുള്ളത് കൊണ്ട് അവരിടയ്ക്കിടയ്ക്ക് ഒന്ന് തോണ്ടി വിട്ട് കളയാം, അവരെ അങ്ങോട്ട് പുരോഗമിപ്പിച്ച് കളയാം. ഈ കേന്ദ്ര സർക്കാർ മുസ്ലിങ്ങളെ നന്നാക്കണ പോലെ കേന്ദ്ര സർക്കാർ നിരന്തരം മുസ്ലിങ്ങളെയാണ് നന്നാക്കണ പരിപാടിയാണ്. ഇതുപോലെ കേരള സർക്കാർ നിരന്തരം ഹിന്ദുക്കളെ ഇങ്ങോട്ട് നന്നാക്കുന്ന പരിപാടിയാണ്. ഇതിന്റെ ഒന്നും പണി ഒരു സർക്കാരിനും ഇല്ല. ഭരണഘടനാ പരിപാലനമാണെങ്കിൽ ഭരണഘടന വിശ്വാസ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അത് മറ്റവന്റെ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ട് ദോഷപ്പെടുത്തിയിട്ടുണ്ട് ആവരുതേ. നിലവിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിനെതിരായിരിക്കരുത്. ഇതൊക്കെയാണ് ഭരണഘടനാപരം. അല്ലാണ്ട് ഓനെ അങ്ങോട്ട് നന്നാക്കുകയാണ്. ഓനെ അങ്ങോട്ട് നന്നാക്കിയ ഇവിടെ രാജ്യം അങ്ങോട്ട് നന്നായി, ഇല്ലെങ്കിലോ ഓനൊക്കെ തീവ്രവാദിയാണ്. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളൊരു സംഘടനയുടെ ആളല്ല, നമ്മൾ മതസ്ഥനുമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഫോളോ ചെയ്യുന്ന സമ്പ്രദായം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്റെ സമ്പ്രദായമാണ് നമ്മുടെ സമ്പ്രദായം. അതിനെയാണ് നമ്മൾ സനാതനം എന്ന് പറയുന്നത്. കെട്ടിയിട്ടതൊക്കെ എന്ത് സനാതനമുണ്ടോ? നാശമില്ലാത്തവണ് തെറ്റല്ലേ കെട്ടിയിട്ടതൊക്കെ മതം എന്ന് പറഞ്ഞിട്ട്? ദർശനമുണ്ട് നമുക്ക്. എന്താ ദർശനം? അത് സർവ്വദർശന സമഭാവന. എല്ലാവന്റെയും എല്ലാതിനെയും ആദരിക്കുക, ബഹുമാനിക്കുക.
പരമോന്നതമായിട്ട് ഈ രാഷ്ട്രത്തിൽ നിൽക്കുമ്പോൾ ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കുക. ആ ഭരണഘടന പറയുന്ന തുല്യതയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക, നീതി നിഷേധിക്കപ്പെടുന്നവന് വേണ്ടി നീതിയെക്കുറിച്ച് സംസാരിക്കുക, പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അറിവ് തേടി വരുന്നവന് അവനവൻ അറിയുന്നത് പറഞ്ഞു കൊടുക്കുക. എനിക്ക് MBA MBS കൊടുക്കാൻ എനിക്ക് പറ്റില്ല, എനിക്കറിയില്ല. എനിക്കറിയുന്ന വിഷയങ്ങളുണ്ട്. സിവിൽ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ സർവേ വിഷയമായിരിക്കാം, ക്ഷേത്രതന്ത്രമായിരിക്കാം, ഉപാസനതന്ത്രമായിരിക്കാം, ജ്യോതിഷമാവാം, എക്സെട്ര. അത്തരം കാര്യങ്ങളിലൊക്കെ ഉപദേശം കൊടുക്കാനും പറയാനും ഒക്കെ നമുക്ക് പറ്റും. പിന്നെ മനുഷ്യനിലേക്ക് ഈ പ്രായത്തിൻ്റെ ഇടയ്ക്ക് അറിഞ്ഞ കാര്യങ്ങൾ. ഇനി സൂപ്പർ പവർ പറയുകയാണെങ്കിൽ ഇന്നലകളിൽ തൊട്ടിട്ട് നാം ഫോളോ ചെയ്യുന്ന ഉപാസന പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ബോധോദയത്തിൽ നിന്നുണ്ടായ കാര്യങ്ങൾ. അല്ലാണ്ട് ഇങ്ങനെ കാണിച്ചാൽ ലേറ്റ് വരാനും നക്കിയിട്ട് കുഷ്ഠം മാറ്റാനും നമുക്കറിയില്ല, നമുക്ക് വയ്യ. അത് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ ആദരിക്കുകയും ചെയ്യുന്നു. അത്രയും വലിയ കഴിവൊക്കെ ഉണ്ട് ഭഗവാനെ നേരിട്ട് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കഥകളിലൂടെ ഇന്നലെ ഈ പറയുന്ന വീഡിയോ ഫോൺ, ഈ സ്മാർട്ട് ഫോണും വീഡിയോഗ്രാഫിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പലരും പറഞ്ഞു വിട്ട കഥകളല്ലാണ്ട് ലൈവിൽ അത്തരം കഥകളൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. കാണാനാണെങ്കിൽ അപ്പം അംഗീകരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇനിയെങ്കിലും ഇതല്ല നമ്മുടെ വിഷയം എന്ന് മനസ്സിലായിക്കൊണ്ട് മുഖ്യമന്ത്രിയാണ് ശരി, നമുക്ക് റിക്വസ്റ്റ് ആണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട്, ഞങ്ങൾ ഹിന്ദുക്കളുടെ വിഷയം ഇതല്ല, ഞങ്ങൾ ഇന്ത്യക്കാരുടെ വിഷയം ഇതല്ല, ഷർട്ടല്ല കോണോനല്ല ഞങ്ങളുടെ വിഷയം, പൂണൂലല്ല ഞങ്ങളുടെ വിഷയം. മുഖ്യമായി ജീവിക്കാൻ പല പ്രശ്നങ്ങളും. നോട്ട് നിരോധനത്തിന് ശേഷം സാധാരണക്കാരൻ്റെ കാര്യം കഷ്ടമാണ്. നമ്മൾ പറയുന്നത് നമ്മൾ നിന്ന് കാണുകയാണ്. നമ്മൾ സാധാരണ മക്കളാണ് നമ്മളെടുത്ത് പഠിക്കാൻ വരുന്നത്. കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സാധുക്കളാണ് വരുന്നേ. നോട്ട് നിരോധനത്തിന് ശേഷം അവരുടെ ജീവിതം ക്ലച്ച് പിടിച്ചിട്ടില്ല. അതിനുശേഷം വന്ന കൊറോണ, ഒരുപാട് വിഷയങ്ങളിലൂടെ ഇന്ന് അവന് നിവരാൻ പറ്റിയിട്ടില്ല. അതാണ് ഇവിടുത്തെ വിഷയം. സാധനങ്ങൾക്ക് നിത്യം വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ സച്ചിദാനന്ദയ്ക്ക് അത് പറയാമായിരുന്നില്ലേ? നല്ലൊരു ക്യാൻസർ സെന്റർ ഉണ്ടോ ചോദിച്ചാൽ കഷ്ടമാണ്. ഉള്ളതിന്റെ എത്രത്തോളം എങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പുറത്തേക്ക് പോണോ? അതിനെക്കുറിച്ച് പറഞ്ഞൂടെ? ശിവഗിരി മഠത്തിന് ഈ ക്ഷേത്രകാര്യം പോലെ അത്തരം കാര്യങ്ങൾ ചിന്തിച്ചൂടെ? അവർക്കൊക്കെ ആകുമല്ലോ. ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യം ഷർട്ട് ഇട്ടോ ഷർട്ടിടാൻ്റെ ആളുകൾ കേട്ടത് നമുക്ക് കൂടിയിരുന്ന് ചർച്ച ചെയ്യാം. അതൊരു വിഷയമേ അല്ല. മാറ്റങ്ങൾ എല്ലാ കാലത്തും ആകാം. പക്ഷെ മാറി 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 ശൂന്യതയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഈ പള്ളിക്കടിയിൽ അമ്പലം തിരിയുന്നവരുടെ ഒരു അഭ്യർത്ഥനയാണ് നമുക്കുള്ളത്. എന്തെങ്കിലും എവിടെയും ഉണ്ടായിക്കോട്ടെ. കാരണം അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ അവശേഷിക്കല്ലോ. അവരെന്തായാലും ഒന്നും പൊളിക്കില്ല. അവര് പർദ്ദേമ തൊട്ട അവർക്കറിയാം അവർ ആചാരത്തിമ തൊടാൻ പാടില്ല. അത് എന്തെന്നെ ആയാലും അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടണവർ അതിനെ ആദരിച്ചോണ്ടാണത്. ആ തിരിച്ചറിവ് സാമാന്യ അവർ വാങ്ങുന്ന റേഷൻ കടയിൽ നിന്ന് 1 കിലോ അരി വാങ്ങി കഞ്ഞി വെച്ചിട്ടുണ്ടെങ്കിൽ 2 മണിയെങ്കിലും നിങ്ങളെടുത്ത് വായിക്കിടി. അതിലെ കുറ്റം പറയാണ്. എങ്ങനെയാണ് സാമാന്യ മര്യാദയോടുകൂടി ഇതിനേക്കൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് പോവുക? മാറ്റങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് എങ്ങനെ പോകാം? അത് അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള കാര്യം വേണ്ട. അതാത് തന്ത്രിമാരും ആചാര്യന്മാരും ഊരാളന്മാരും പറയട്ടെ, അല്ലെങ്കിൽ ആചാര്യ സഭ തീരുമാനിക്കട്ടെ. ഒരു സന്യാസി നേതാവായിക്കൊണ്ട് ശൃംഗേരി മഠം പറഞ്ഞാലും, ശിവഗിരി മഠം പറഞ്ഞാലും, ചണ്ടാള മഠം പറഞ്ഞാലും, അമൃതാപുരി എന്ന് പറഞ്ഞാലും, കലങ്ങി പറഞ്ഞ പൊന്മന എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മൾ പറയാ ഇതൊന്നും അല്ല. അങ്ങനെയല്ല അതിന്റെ വിധാനം. അത് അവരുടെ തറവാട്ടിൽ നടക്കും. ശിവഗിരി മഠക്കാർക്ക് അവരുടെ ആശ്രമത്തോടെ SNDP പോലും പറ്റില്ല എന്ന സത്യം അറിയില്ലേ ഈ ലോകർക്കും സച്ചിദാനന്ദയ്ക്കും? അതുകൊണ്ട് ചണ്ടാള ബാബ നിങ്ങളിപ്പോ ഇനി പറഞ്ഞ് ചണ്ടാള ബാബ ദളിതന്റെ സ്വാമിയാക്കിയാലും കുഴപ്പമില്ല, നായരുടെ സ്വാമിയാക്കിയാലും കുഴപ്പമില്ല, ദളിത് നായരുടെ സ്വാമിയാക്കിയാലും കുഴപ്പമില്ല. ചണ്ടാള ബാബയുടെ അഭിപ്രായം ഷർട്ട് ഇട്ടാലും ഷർട്ട് ഇട്ടില്ലെങ്കിലും അതൊക്കെ ഒരു ഭക്തന്റെ കാര്യമാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് 10 റുപ്യ കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ പണിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതിലേക്കുള്ള ഉണർവ് ഉന്മേഷവും ക്ഷേത്രാരാധനയുടെ നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ അത് നല്ലതാണ്. ആ ക്ഷേത്ര ചൈതന്യത്തെ ക്ഷേത്രാരാധനാ സംസ്കൃതിയെ നശിപ്പിക്കരുത്. നാരായണ ഗുരുവിനെ മൊത്തം ഹിന്ദുവിന്റെ തലയിൽ കെട്ടിവെക്കരുത്. നാരായണന്റെ ദർശനങ്ങൾ സ്വീകാര്യമായോ സ്വീകരിച്ചു പോകട്ടെ. ശിവഗിരി മഠം എല്ലാ ഹിന്ദുക്കളുടെയും അപ്പോസ്തലനാകാൻ നിൽക്കരുത്. എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ സ്വീകരിക്കുകയുമാകാം. നമ്മെ സംബന്ധിച്ച് നമുക്ക് നമ്മുടേതായ ദർശനങ്ങളും വിശ്വാസങ്ങളും ഉണ്ട്. മറ്റുള്ളവരെ ആദരിച്ചുകൊണ്ട് തന്നെ നാരായണ ഗുരുവിന്റെ ആവാം, മറ്റുള്ളവരുടെ ആവാം, എല്ലാവരെയും ആദരിച്ചുകൊണ്ട് തന്നെ നമുക്ക് നേരെ കുതിര കയറാൻ വന്നാൽ നമ്മൾ ആരാണെങ്കിലും പ്രതികരിക്കും, നമ്മൾ നിലപാടെടുക്കും. നമ്മളുടെ ആരാധനാ കേന്ദ്രങ്ങൾ ഷർട്ട് ഇടുന്നതിനോ മറ്റുള്ള നമ്മൾ ഒരു കാലത്തും വിലക്കില്ല. ഇത് നമ്മൾ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രക്കാരോടും പറയാനുള്ളത് അതൊക്കെ മാറ്റുന്നതാണ് നല്ലത്. ആർത്തവമുള്ള സ്ത്രീകൾ അവിടെ വന്ന് തൊഴുന്നത് കൊണ്ട് ഒരു ചൈതന്യവും നശിക്കാൻ പോകുന്നില്ല, ഒരു കറിവേപ്പിലയും കരിയാൻ പോകുന്നില്ല, ഒരു വാഴയും കൂമ്പാൻ പോകുന്നില്ല, ഒരു തുളസിയും കരിയാൻ പോകുന്നില്ല. നേരിട്ട് ബോധ്യമുള്ളതാണ്. ഇനി പണ്ടേ ഏതോ തമ്പുരാട്ടി എന്താ വിളിക്കുന്ന ഒരാൾ പറഞ്ഞു തുളസി കരിയുന്നു. ഞാൻ അവരെ ലൈവിൽ വിളിക്കുകയാണ്. ഒരാഴ്ച എൻ്റെ കൂടെ നിന്നാൽ നമ്മൾ കാണിച്ചു കൊടുക്കാം ആർത്തവമുള്ള സ്ത്രീ നിത്യേന തുളസിക്ക് വെള്ളമൊഴിക്കുന്നത്. അത് കരിഞ്ഞില്ലെങ്കിൽ
അവരൊക്കെ തമ്പുരാട്ടി പദവി രാജിവെക്കുമോ എന്ന് നമുക്കറിയില്ല. വേണമെന്നില്ല, സ്ത്രീയാണ്, നിന്ദിക്കാൻ പാടില്ല, സർവാധിക ബഹുമാനപൂർവ്വം മാതാവിനോട് പറയാണ്. ഈ തെറ്റ് പറയുന്നത് കൊണ്ടാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത്. വേറൊരു തരത്തിലും നമ്മളോട് വിരോധം ഉണ്ടാവരുത്, സ്ത്രീശാപം ഉണ്ടാകും, അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെക്കും. പണ്ടത്തെ ആർത്തവം പോലെയൊന്നും അല്ല. ഇന്ന് ആർത്തവത്തിനൊക്കെ പല മാർഗങ്ങളുണ്ട് അവർക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അത് പറഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ ഷർട്ട് ഇടാൻ പോകുന്ന ആൾക്കാർ ശബരിമല കയറാൻ പറ്റുമോ? പറ്റൂല. എന്താണ്? അപ്പം തേങ്ങയും കല്ലും എടുത്ത് ഇറങ്ങി ശബരിമല പ്രൊട്ടക്ട് ചെയ്യണം. പെണ്ണ് കയറിയ മല മറിയും. ഇവരുടെ പ്രശ്നമാണ്. അപ്പൊ ഈ ഷർട്ട് ഇടണം എന്ന് പറഞ്ഞവരെന്താ അത് പറയുമ്പോൾ തടുക്കുന്നേ? അത് പുരുഷ മേധാവിത്വം അല്ലേ? അങ്ങനെ നിരന്തരം പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ പെണ്ണ് മല കയറിയാലും കുഴപ്പമില്ല, നിങ്ങൾ ഷർട്ട് ഇട്ടാൽ കുഴപ്പമില്ല, നിങ്ങൾ ഷെഡ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. നമ്മൾ നമ്മളുടെ ബാഹ്യമായ ശുദ്ധിയിലൂടെ ആന്തരികമായ അന്ധകരണ ശുദ്ധി ഉണ്ടാവുകയും ആത്യന്തികമായ ആന്തരിക ശുദ്ധി ഉണ്ടാവുകയും സ്വയം താൻ ദൈവമാണെന്ന ബോധത്തിലേക്ക് എത്തുകയും ആ ദൈവം തന്നെയാണ് ഈ ലോകം, കാണായതൊക്കെ താൻ തന്നെയാണെന്ന ബോധം, തത്വമസ്യാദി മഹാവാക്യങ്ങളുടെ പൊരുളറിയ തത്വമസിയാണെന്ന് നമ്മൾ പറയില്ല, ഞാൻ അത് തന്നെ എന്ന ബോധ്യം, അനൽ ഹക്ക് എന്ന് പറയുന്ന ചാത്തൻ, സത്യം ഞാനാകുന്നു നീയാകുന്നു എന്ന ബോധ്യം, ആ ബോധ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഉപാധികളാണ് ക്ഷേത്രങ്ങൾ. അവിടെ നിങ്ങൾ ഈ ദ്വൈതപരമായ കാര്യങ്ങളെ കൊണ്ടുവന്ന് നിരന്തരം ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന തലമുറയ്ക്ക് ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു പരിഹാസ കേന്ദ്രവും ഒരു വെറുപ്പിന്റെ കേന്ദ്രവുമായി മാറും. മറ്റു ദർശനങ്ങളെ ആക്ഷേപിക്കുന്ന, ഒരു പുരോഗമന ചിന്തയില്ലാത്ത, അങ്ങനെയൊക്കെ ചിലതായി മാറും. ഒരു പുരാവസ്തുവിനോടുള്ള സമീപനം പോലും ക്ഷേത്രങ്ങളോട് ഉണ്ടാവില്ല. അങ്ങനെയാക്കി മാറ്റിക്കൊണ്ട് ഈ സംസ്കൃതി, നിങ്ങൾ വിശാലം ഭാഷം എന്നൊക്കെ പറഞ്ഞ ഈ സംസ്കൃതി മലീമസമാക്കണോ? ഒരു ഗുരുവിന് വേണ്ടി മറ്റുള്ളതൊക്കെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം മോശക്കാരായി മാറണോ എന്നൊക്കെ സ്വയം ഒന്ന് ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞത്, ഇനി നമ്മൾ ഈ ജാതി വിഷയം ഇന്നലത്തെ പറയരുത്. പ്രസന്റിൽ വിഷയമുണ്ടെങ്കിൽ നമുക്കതിനെ നേരിടുക തന്നെ വേണം. അല്ലാണ്ട് ഇന്നലത്തെ പറഞ്ഞിരിക്കണ്ട. ഇന്നലത്തെ മതവിഷയങ്ങൾ പറയണ്ട, ഇന്നലത്തെ ആരാധനാലയങ്ങൾ തോണ്ടരുത്. ബഹുമാന്യ സർസംഘചാലക RSSന്റെ സർസംഘചാലക പറഞ്ഞ പോലെ ഇനി തോണ്ടണ്ട, തോണ്ടവർ തോണ്ടിക്കോളിട്ടോ, നിങ്ങൾക്ക് പതൊക്കെ നിങ്ങൾക്ക് വലിയ താല്പര്യം, രാജ്യം എന്നും ഇങ്ങനെയൊക്കെ കിടക്കണം തന്നെയാവും. അങ്ങനെ തോണ്ടുകയാണെങ്കിൽ അവരോടൊരു കാര്യം പറയുന്നത്, തോണ്ടി വരുമ്പോൾ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഒരു ചാമിക്കല്ല് കാണും. അത് ഇവിടുത്തെ ഈ പറഞ്ഞ ആദിവാസിയുടെയും ദളിതന്റെ ഒക്കെ ആണെന്ന് നിങ്ങളൊന്ന് സമ്മതിച്ച് തന്നിട്ട് വേണം പോകാൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് രാമനും കൃഷ്ണനും ശിവനൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ ഇവിടെ അതിന്റെ മുന്നേ മണ്ണിന്റെ ദൈവങ്ങളുടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളി, അത്രേ പറയാനുള്ളൂ. തോണ്ടി വരുമ്പോൾ അല്ല, ആ ശിവന്റെ ലിംഗങ്ങൾ കാണുമ്പോൾ ഇനി അങ്ങോട്ട് തോണ്ടൂല എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ, അത് ഏട്ടത്താപ്പാണ്. കാരണം ഈ പാണനും പറയുന്നൊക്കെ ഹിന്ദു തന്നെയല്ലേ. ഇത് നമ്മൾ പറയുന്നത് ഒരിക്കലും നമ്മളെ കേൾക്കുന്ന ശ്രോതാക്കളെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയല്ല, രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കരുത്, ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നിലനിൽക്കുന്ന രാഷ്ട്രത്ത് ഇനി കുത്തിത്തിരിപ്പുകളില്ലാതെ പരസ്പര സൗഹാർദ്ദത്തോടു കൂടി പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ട്, ആചാര്യന്മാരുടെ വിഷയം ആചാര്യന്മാർ, സന്യാസിമാരുടെ വിഷയം സന്യാസിമാരും ചർച്ച ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഒരു തീരുമാനം, മാർഗദർശന മണ്ഡലം ഒരു തീരുമാനം എഴുതി ഉണ്ടാക്കിയിട്ട് മറ്റുള്ള സന്യാസിമാരെ വിളിച്ചിട്ട് ഇതാ സന്യാസിമാർ തീരുമാനിച്ചു എന്ന് പറയലല്ല. നമ്മൾ പൂർണ്ണമായിട്ട് എന്നോട് യോജിക്കുന്നില്ല. ഈ തൂക്കം നിർത്തുന്നതിന്റെ കാര്യങ്ങളൊക്കെയാണ് സന്യാസി സഭ അന്ന് പറഞ്ഞത്. എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടില്ല, ഇവർ വായിച്ചു, നമ്മളപ്പം തന്നെ പറഞ്ഞു അതൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ സ്വാമി അല്ല, എന്തായാലും ശ്രീരാമകൃഷ്ണ മിഷനിലെ സ്വാമിനോടാണ് നമ്മൾ പറഞ്ഞത് അത് ശരിയായില്ല എന്നുള്ളത്. അത് അവരോടാ ചോദിക്കേണ്ടതെന്ന് പറയും, സന്യാസി പറയേണ്ടതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വ്യക്തമായ കാഴ്ചപ്പാട് എവിടെ പോയിരുന്നാലും പുറത്ത് കാണുന്ന മറ്റുള്ളവർ വിചാരിക്കും ഇവിടെ പോയിരുന്നില്ലായിരുന്നു, പോയിരിക്കുമ്പോൾ അഭിപ്രായം പറയാനാ പോണേ. അതുകൊണ്ട് തന്നെ ഇവർ എല്ലായിടത്തേക്കും വിളിക്കില്ല. എന്താണ് വിളിച്ചാൽ ഈ പറഞ്ഞ ജനതയുടെ അഭിപ്രായം കേൾക്കേണ്ടി വരും. ഇവർക്ക് റാം മൂളുന്ന ആളല്ല നമ്മൾ റാം മൂളൊന്നുമില്ല, നല്ലതാണെങ്കിൽ നല്ലത് പറയുള്ളൂ. ഇവരാണ് എഴുതിക്കൊള്ളുക. മാർഗദർശന മണ്ഡലം എന്നാൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സന്യാസി സംഘടന, അവര് ലോകത്ത് പരിവർത്തനം ഉണ്ടാക്കി, മറ്റുള്ള സായിമാര് കോഴിയായി. അല്ലാണ്ട് എന്താ പറയാ? അങ്ങനെയല്ല വേണ്ട. തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കണം. നമ്മുടെ അഭിപ്രായം സ്വീകരിച്ചിട്ടേ ഇല്ല മാർഗദർശന മണ്ഡലം. നമ്മുടെ അഭിപ്രായത്തിലല്ല, നമ്മൾ ഇരുത്തിയിട്ടുണ്ടായാണ് നമ്മൾ അഭിപ്രായം ചോദിച്ചിട്ടില്ല. അവർ തീരുമാനിച്ച് അവരാണ് പറഞ്ഞു. നമുക്ക് അഭിപ്രായം ഉണ്ട്, നമ്മുടെ അഭിപ്രായം സ്വീകരിച്ചു. കാരണം അവർ ഈ പറഞ്ഞ അമ്പൂരി വന്നാൽ കസേരട്ട് കൊടുക്കണം, 1000 വന്നാൽ നോക്കണമൊക്കെ ആൾക്കാർ, കുറേ ആൾക്കാർ, എല്ലാവരും ഇല്ല. ഇതൊക്കെ മാറാൻ വേണ്ട നമ്മളിത് പറഞ്ഞത്. നമ്മളിത് പറയുമ്പോൾ വിചാരിക്കും നമുക്കാ ജാതി, നമുക്ക് എങ്ങനെയാണോ ജാതി ഉണ്ടാവുക? നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകരെ, അമ്മയ്ക്കൊരു ജാതി, അച്ഛനൊരു ജാതി ഉണ്ടാകുമ്പോൾ നമുക്ക് എവിടെയാണോ ജാതി? ഈ സാമൂഹ്യ വ്യവസ്ഥ എന്ന ജാതി. ഈ സമ്പ്രദായം പറയുകയാണെങ്കിലോ ഗതം ശൂദ്രസ്യ ശൂദ്രം വിപ്രസ്യാപീച്ച വിപ്രത, എവിടെയാണോ അതുണ്ടാവുക? ഉണ്ടാവില്ല. സമ്പ്രദായം കൊണ്ടുമില്ല, ജന്മം കൊണ്ടുമില്ല. എന്നിട്ട് നമുക്ക് ജാതി നിങ്ങൾ കാണുന്നു എങ്കിൽ നാം പറയുന്ന ആളുകളുടെ വിഷയത്തിൽ നമ്മെ ചേർക്കുന്നു. നാം ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുന്നു. നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്ത്രീയാണെന്ന് പറയാൻ ശ്രമിക്കുന്നു. നമ്മൾ ബ്രാഹ്മണനെ കുറിച്ച് നമ്മൾ ബ്രാഹ്മണനാണെന്ന് പറയാൻ ശ്രമിക്കുന്നു.
അല്ലാണ്ട് നമുക്കെവിടെ? നാരായണ ഗുരു പോലും ഈഴവർക്ക് ജനിച്ചതാ. ചണ്ടാള ജന്മം കൊണ്ട് തന്നെ ജാതി ഇല്ലാത്തവനാ. പറയുന്നത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ ദൈവങ്ങളിൽ അസ്പൃശ്യത. നാരായണ ഗുരു പോലും ദൈവങ്ങളിൽ അസ്പൃശ്യത കണ്ടുകൊണ്ട് ശുദ്ധി വൃത്തി എന്ന് പറഞ്ഞ നാരായണ ഗുരു ദൈവത്തിൽ അസ്പൃശ്യത കണ്ടാളാ. വേറൊരു ഗുരു പോലും കണ്ടില്ല. ശങ്കരാചാര്യർ പോലും ദൈവത്തിൽ അസ്പൃശ്യത കണ്ടില്ല, നാരായണ ഗുരു കണ്ടു. അത് ഈ വിഷയം പറഞ്ഞ ഗുരുവിനെ വല്ലാണ്ട് അങ്ങോട്ട് പറഞ്ഞു കൊണ്ടുവരും. അത് ഗുരുവിനെ പൊക്കിക്കൊണ്ട് ശങ്കരനെ താഴ്ത്തി ഈ ഭിന്നിപ്പുണ്ടാക്കുന്നവരെ പോലെ ഗുരുവിനെ അങ്ങോട്ട് ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരുതാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഗുരു സമാധിയായി കഴിഞ്ഞു. ഗുരുവിന്റെ ദർശനം കൊണ്ട് വിയോജിപ്പുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് മോശപ്പെടുത്താതെ നമുക്ക് നന്മകളെ പറഞ്ഞ് നമ്മളുടെ സ്വീകാര്യമായ കാര്യങ്ങൾ സമൂഹത്തിന് പഠിക്കുന്നതിന് ഗുരുവിനെ നിന്ദിക്കണം. അതുകൊണ്ട് ശങ്കരാചാര്യരെ താഴ്ത്താൻ ഗുരുവിനെ പൊക്കേണ്ട ആവശ്യമില്ല എന്ന് കൂടി പറയട്ടെ. പൊക്കുകയാണെങ്കിൽ ആർക്കും പൊങ്ങാനൊന്നും ഉണ്ടാവില്ല, നമുക്കും ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല. അതല്ല വേണ്ട. ആരാണ് വലിയ ഗുരു? അയാളേക്കാൾ വലിയ ആളാണോ നിങ്ങൾ? നിങ്ങളെക്കാൾ വലിയ ആളാണോ വെച്ചാൽ നമ്മുടെ സമൂഹത്തിന്റെ ഗുരു അല്ല നാരായണ ഗുരു എന്നെങ്കിലും പറയാൻ നമുക്കാകും. എന്തെങ്കിലും പറയാൻ നമുക്കാകും, ആകണം. കാരണം നമ്മുടെ ആളുകളെ ഗുരു അവിടെ പള്ളിക്കൂടത്ത് എഴുതിയിട്ടല്ല വേറെ ഉണ്ടാക്കിക്കോളാനാ അയ്യങ്കാളി യജമാനോട് പറഞ്ഞത് കേട്ടാ. അപ്പൊ സച്ചിദാനന്ദ സ്വാമിയുടെ വിഷയത്തിൽ നിന്നാണ് തുടങ്ങിയത്. സച്ചിദാനന്ദ സ്വാമി തന്നെ വന്ന് കേട്ടത്, സ്വാമിജി ശിവഗിരി മഠത്തിന് മാറ്റം ഉണ്ടാവും, അവിടുത്തെ പൂജാരിമാരുടെ പൂണൂലൊക്കെ മാറ്റുക, SNDP ക്ഷേത്രത്തിൽ എല്ലാ ജാതിക്കാരും തന്ത്രിമാരും മറ്റുള്ളതൊക്കെ ആക്കുക, പിന്നെ അവിടെ ഈ പറഞ്ഞ ആൾ കയറ്റാതിരിക്കുക ചെയ്യാം. പോപ്പ് ഇനി നേരിട്ട് കേരളത്തിൽ വരുന്നുണ്ടെന്നാണ് കേട്ട്. പോപ്പ് വരുമ്പോൾ പറയാ ഒരുപാട് ഈഴവർ ക്രൈസ്തവരായി പോയിട്ടുണ്ട്, അവരെയൊക്കെ തിരിച്ച് ഇങ്ങോട്ട് നാരായണ ഗുരു ഉണ്ടായത് എവിടെ ചെയ്യേണ്ട കുറച്ച് വെള്ളം തളിച്ച് നിങ്ങളൊക്കെ ഹിന്ദുവായി എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു പറഞ്ഞ പോലെ കുറച്ച് പുള്ളികൾ വെള്ളം തളിച്ചിട്ട് അവരെയൊക്കെ തിരിച്ചെടുക്കാതെ കഴിഞ്ഞൊക്കെ. കാരണം രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് ഗുണം BDJS-നും ഈ പറയുന്ന തുഷാരനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതിനൊക്കെയുള്ളൊരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്കൊരു അഭ്യർത്ഥനയാണ്. അല്ലാണ്ട് കേവലം ഇത്തരം വിഷയങ്ങളെ പോലത്തെ പിന്നെ ബഹുമാന മുഖ്യമന്ത്രിയോടാണ് ശരി. കേരളത്തിലെ ഹൈന്ദവരുടെ വിഷയം ഇതൊന്നുമല്ല. ഈ സമൂഹത്തിൽ ഒരുപാട് ദാരിദ്ര്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ രോഗം കൊണ്ട് തിരിയുന്ന ഹൈന്ദവരുണ്ട്. ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ജീവനക്കാർക്കാണെങ്കിൽ അവർക്ക് ഇപ്പോഴും ശമ്പളം മറ്റുള്ള കാര്യങ്ങൾ ബാലൻസ് വെക്കുന്ന ആളുകളുണ്ട്, കൂടാതെ കൃത്യമായി വലിയൊരു ശമ്പള സ്കെയിലില്ലാത്ത ആളുകളുണ്ട്. പിന്നെ ദരിദ്ര ആദിവാസി, മറ്റ് പിന്നോക്ക അല്ലെങ്കിൽ അബ്രാഹ്മണ എന്നൊക്കെ മറ്റുള്ളവർ വിളിക്കുന്ന ഇത്തരം ആളുകൾക്ക് കിട്ടിയ ശാന്തി നിയമനത്തിൽ മുഖ്യമായിരിക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് അവർക്ക് ഇപ്പോഴും പ്രവേശനമായിട്ടില്ല. അത് ഈ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും ഹിന്ദു ധർമ്മ വിധി ഉണ്ടായിട്ടും ഹിന്ദു ധർമ്മ ആചാര്യന്മാരുടെ തീരുമാനമുണ്ടായിട്ടും സമൂഹം മൊത്തത്തിൽ അംഗീകരിച്ചിട്ട് ഇപ്പോഴും ശബരിമല അതുപോലെ തന്നെ മഹാക്ഷേത്രങ്ങൾ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ അത്ര വിവാദങ്ങൾ നടക്കുന്നുണ്ട്, അവർക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ മേളമാണെങ്കിൽ ഇലഞ്ഞിത്ര മേളം കൂട്ടുന്നതിന് ഇപ്പോഴും ജാതി ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കലാകാരന്മാർ കൂത്തുപോലുള്ള കലാകാരന്മാർക്ക് ഇപ്പോഴും കൂത്തമ്പലങ്ങൾ പല കൂത്തമ്പലങ്ങളിലേക്കും പ്രവേശനമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊക്കെ ദേവസ്വം ബോർഡിൻ്റെതായ മാറ്റം വരുത്താനുള്ള കാര്യങ്ങളും അതുകൂടിയൊക്കെ ഒന്ന് പരിഗണിക്കാനും അത്തരം കാര്യങ്ങൾ കുറേ കിടക്കുന്നുണ്ട്. കുപ്പായമല്ല വിഷയം. കുപ്പായ ഇട്ടിട്ട് ചെയ്യാൻ ഒരുപാട് കാര്യം ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റില്ല. ചെണ്ട കൊട്ടാൻ പോകുന്ന കുപ്പായ ഇടാം, പക്ഷെ കുട്ടിയുടെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. നമുക്ക് ആനയ്ക്ക് വരെ നിക്കർ തയ്ച്ചു കൊടുക്കാം, ആനയ്ക്ക് വരെ നിക്കർ തയ്ച്ചു കൊടുക്കാം, ആനയ്ക്ക് പേടി വെച്ചു കൊടുക്കാം. ഇതൊക്കെ അല്ലേ ആവശ്യം? കാരണം ഇതൊക്കെ പുറത്ത് വീഴുമ്പോൾ നാണക്കേടാണല്ലോ മാറിയ കച്ചുപാടില്. അതൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ രണ്ടാമത്തെ കാര്യമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചണ്ടാളഭാവ പറഞ്ഞ ആർക്കെങ്കിലും വേദനയായിട്ടുണ്ടെങ്കിൽ വേദനിപ്പിക്കാൻ തന്നെ പറഞ്ഞാണ്. കാരണം ഹിന്ദുവിൻ്റെ വിഷയം കുപ്പായം ഷെഡ്യൊന്നും അല്ല, അല്ലാണ്ട് കുറേ വിഷയം ഇന്ത്യൻ്റെ വിഷയം ദാരിദ്ര്യം തന്നെയാണ്. എത്ര പൊക്കി പിടിച്ചാലും ശരി ഇവിടെ ദരിദ്ര പീഡനങ്ങളും അതുപോലെ തന്നെ ഈ മതപരമായിട്ടുള്ള കലാപങ്ങളും മണിപ്പൂർ പോലുള്ള വിഷയങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. കൂടാതെ തൊട്ടയൽ പ്രദേശത്താണെങ്കിൽ ബംഗ്ലാദേശിലൊക്കെ ആണെങ്കിൽ ന്യൂനപക്ഷമായിരിക്കുന്ന ഹൈന്ദവർ നിരന്തരം ആക്രമിക്കപ്പെടുന്നു. ഇതൊന്നും ചർച്ച തന്നെ നടക്കുന്നില്ല ചാനലുകളിൽ. എന്നാൽ ഷർട്ടിന് ഹിന്ദുവിൻ്റെ അമ്പലത്തിലെ ഷർട്ടും ഷെഡിയും പൊക്കിക്കൊണ്ട ചർച്ച നടക്കുന്നത്, അതും വേണമെന്നാൽ അപ്പുറത്തുള്ളതും ആകാമെന്നും അതൊന്നും കാണുന്നില്ല. അതിലൊക്കെ ഒരുപാട് വേദനയോട് കൂടിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും മറ്റു മതങ്ങളെ ആക്ഷേപിക്കുന്ന നിർത്തിയിട്ട് എല്ലാ ദർശനങ്ങളെയും ഒന്നായി കാണുക. ക്ഷേത്രപ്രവേശനം ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. എല്ലാവരും അവരുടെ കുലാചാരത്തിൽ നിൽക്കുകയായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. പരസ്പരം ആദരവായിരുന്നു വേണ്ടിയിരുന്നത്, പരസ്പരം അറിയാൻ ശ്രമിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അല്ലാണ്ട് ഒരുത്തനെ മറ്റൊരുത്തി കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവരെ നന്നാക്കാൻ വേണ്ടി മറ്റവൻ്റെ ആരാധനാലയം പോലെ മറ്റൊന്നും ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് അവനെ അങ്ങോട്ട് പുണ്യാഹം ചെയ്യുകയായിരുന്നില്ല വേണ്ടത്. അതല്ല വേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ ഈഴവ ആചാരം വിട്ടിട്ട് നേരെ വൈദികം വേദം പഠിച്ചുകൊണ്ട് എല്ലാവരും വേദം പഠിക്കണോണ്ട് അവിടെ ഓത്തു പഠിപ്പിക്കുക അല്ല വേണ്ടിയിരുന്നത്. ഈഴവർക്ക് ഈഴവരുടെ ആചാരമുണ്ട്. ഇതൊക്കെയായിരുന്നു വേണ്ടിയിരുന്നത്. പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും സർവ്വദർശനങ്ങളെയും ആദരിച്ച് ബഹുമാനിച്ച് ഒന്നിച്ച് സാഹോദര്യ ഭാവത്തിൽ പോവുകയായിരുന്നു വേണ്ടത്. അത് പോയിരുന്നെങ്കിൽ ഇത്തരം ചർച്ചയ്ക്കുള്ള സ്പേസ് ഉണ്ടാകില്ല. എന്നിട്ട് ഇപ്പോഴും തന്നെ എന്താണ് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കർമ്മബ്രാഹ്മണ്യം പറഞ്ഞു പൂണൂലിടിപ്പിക്കുന്നു. നീ ബ്രാഹ്മണനാണ്, നീ കുലദൈവത്തെ ആരാധിക്കരുത്, നീ പച്ചക്കറിനെ കഴിക്കണം എന്ന് പറഞ്ഞു. ആ അറക്കി വിടുന്ന അമ്പലത്തിൽ തന്നെ പ്രവേശനവുമില്ല, അത് പൂജയ്ക്ക് പോലും കേട്ടില്ല. ഇപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്, ഇത് ഇങ്ങനെയൊക്കെ തുടർന്നാൽ മതി. അപ്പം അത്തരം കാര്യത്തിൽ അഭിപ്രായം പറയും. ഇനി നമ്മളോട് ചോദിക്കരുത്, ചോദിച്ചുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഇനി ഇത്രയും വിഷയത്തേക്ക് നമ്മളെ വലിച്ചഴിക്കാതെ. കാരണം ഇവർ നന്നാവില്ല എന്ന് ഇവർ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് നന്നാവണമെങ്കിൽ അറിയണമെങ്കിൽ ഇവിടെ നമ്മളുണ്ട്, നമ്മുടെ അടുത്തേക്ക് വരിക എന്താ വെച്ചാൽ അല്ലെങ്കിൽ കണ്ട് സംസാരിക്കാനുള്ള മാർഗങ്ങളൊക്കെ ചെയ്യാം.
നമ്മളിതിൻ്റെ എന്നും അപ്പനല്ല, നമ്മളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രമാണ് പറഞ്ഞത്. നമ്മുടെ അഭിപ്രായം നമ്മുടെ സമൂഹങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട്, നമ്മുടെ ദർശനങ്ങളുടെ ഇടയിൽ നിന്ന്, നമ്മുടെ മഠത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് തന്നെ സംസാരിച്ച് പറയുന്നു. നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും ഇതൊക്കെ തന്നെയാണ്. മാറ്റം അനിവാര്യമാണ്. പ്രകൃതിക്കനുസരിച്ച് മാറിയില്ലെങ്കിൽ അത് പ്രകൃതി മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും എഴുന്നീരിയമ്മയും മുത്തിപറ്റ കുട്ടിച്ചാത്തൻ മനസ്സിലെ വടിവാനമക്കളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേയും അവൻ പറയും നമ്മ ചണ്ടാള രൂപായ ഗുരു ശ്രീപാദകാം പൂജയാമി ചണ്ടാളോഹം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.